എല്ലാവർക്കും നമസ്കാരം. നമ്മള് CNDC-യുടെ ഫസ്റ്റ് പ്രോഗ്രാം നമ്മള് ഷോർട്ട് ടേം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. സമയം വൈകിപ്പോയി, മുൻപ് സംസാരിച്ചതൊക്കെ പറഞ്ഞതുപോലെ. ഇപ്പൊ പലപ്പോഴും ഷോർട്ട് ടേം കോഴ്സ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ടാവും. ഇപ്പൊ ഒരു കമന്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ആണോ ഷോർട്ട് ടൈം ആണോ നല്ലത്? ഷോർട്ട് ടൈം കോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു ജോലി വേണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കില്ലുകളുണ്ട്, ആ സ്കില്ലിനെ ബേസ് ചെയ്ത് പെട്ടെന്നൊരു ജോലി വേണം, നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ കുറച്ചുകൂടെ സൗണ്ട് ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ തുടർന്ന് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോവാണ്. അപ്പൊ നമുക്ക് കുറച്ചൊരു കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ച ശേഷം നല്ലൊരു നമ്മുടെ സ്കിൽ ബേസ് ആയിട്ട് നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്തരത്തിലാണ് നമ്മൾ ഷോർട്ട് ടൈം കോഴ്സിനെ കാണേണ്ടത്. അപ്പം അതിന്റെ നീഡ് എന്തെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുക എന്നതിന്റെ അപ്പുറത്തേക്ക് മിനി ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് ഈ ഒരു മേഖലയിലേക്ക് വരാൻ പറ്റും. നമുക്ക് ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യാം. ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് തുടർ പഠനം സാധ്യമാണ്. ഈ ഷോർട്ട് ടൈം കോഴ്സുകൾ ഒരിക്കലും ഒരു എൻഡ് അല്ല, നമുക്ക് ഏത് സമയത്തും നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യാം. അതേസമയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനെയൊക്കെ ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് ടൈം കോഴ്സുകളിലേക്ക് പോരുകയും ചെയ്യാം. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഷോർട്ട് ടൈം കോഴ്സുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഷോർട്ട് ടൈം കോഴ്സുകളെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരുപാട് കോഴ്സുകളുണ്ട്. പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സർക്കാർ ഒരുപാട് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ സർക്കാരിന്റെ കീഴിൽ പല പല ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുണ്ട്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്നാൽ നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ ആയാലും തുടർന്നുള്ള നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇത്തരം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഷോർട്ട് ടൈം കോഴ്സുകളെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്കില്ലാണ് പ്രധാനം. പിന്നെ ഏതൊരു കരിയർ പ്ലാൻ ചെയ്യുമ്പോഴും നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി എടുത്തു ചാടാൻ. സ്കോപ്പ് എന്നൊരു സാധനം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, നമ്മുടെ സ്കിൽ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ കരിയർ ചോയ്സിലാണ് ഉള്ളത് എന്നൊരു കാര്യം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നമ്മുടെ ഷോർട്ട് ടൈം കോഴ്സുകളിലേക്ക് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ രീതിയിൽ ഒരു ഹെഡിങ് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 സ്ലൈഡ് ഫ്രണ്ടിലേക്ക് ഇടാം, എത്തിയില്ല, താഴേക്ക് പോകട്ടെ, തൊട്ടു മുമ്പിൽ. യെസ്, സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മിനി ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാണാവോ സാറേ? സ്ലൈഡ് കാണാവോ? കാണാം. സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരം സാങ്കേതിക കോഴ്സുകൾ തരുന്ന കേരളത്തിലെ ബോർഡാണ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അവരുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തില് സാങ്കേതിക കോഴ്സുകൾ, പെട്ടെന്ന് തൊഴിലധിഷ്ഠിത സാങ്കേതിക കോഴ്സുകൾ തരുന്നു. ഒപ്പം അതിൻ്റെ അഫിലിയേഷൻ, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ കരിക്കുലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ബോർഡാണ്. അപ്പോൾ ബോർഡിൻ്റെ കീഴിൽ പോളിടെക്നിക്സ് പ്രധാനമായിട്ട് വരുന്നത് പോളിടെക്നിക് കോളേജുകളാണ്. അതുപോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്, ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം ഈ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് വരുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ ഈ പോളിടെക്നിക് ഒരുപാട് സാധ്യതകളുടെ ഒരു ലോകം തരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പോളിടെക്നിക്കിനെ കുറിച്ച് ഒരു സെഷൻ തന്നെ നമ്മളുടെ വെബിനാർ സീരീസിന്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം പോളിടെക്നിക് ഞാൻ പറഞ്ഞു എളുപ്പത്തിൽ, മിലറ്റ് സാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും പ്രോഗ്രാമുകളല്ല. പോളിടെക്നിക്ക് പഠിക്കുന്ന ഒരാൾക്ക് പോളിടെക്നിക്കിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും, പെട്ടെന്ന് ജോലി മേടിക്കാനായിട്ട് സാധിക്കും, മാസ്റ്റേഴ്സ് വരെ എടുക്കാനും PhD വരെ എടുക്കാനുള്ള അവസരങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു നല്ലൊരു മേഖലയാണ് പെട്ടെന്ന് ഈ പറഞ്ഞ ഷോർട്ട് ടൈം പ്രോഗ്രാമുകളിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളുടെ CGSE അതിനുവേണ്ടി മാത്രമായിട്ടൊരു സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അത് കേൾക്കാനായിട്ട് ഇരിക്കുക. അത് അപ്കമിങ് സെഷൻസിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പം നമ്മളിവിടെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്. ഇത് 42 സ്ഥാപനങ്ങളാണുള്ളത് കേരളത്തിൽ. ഇത് സിറ്ററിൻ്റെ കീഴിലേക്ക് വരുന്നു. സിറ്റർ എന്ന് പറയുന്ന, അതായത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൻ്റെ കീഴിലാണ് വരുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 7 സ്ഥാപനങ്ങളുണ്ട്. മറ്റ് എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങളുണ്ട്. പത്തനംതിട്ട ഒഴിച്ച് എല്ലാ ജില്ലകളിലും ഈ പറഞ്ഞ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അവർ തരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൽ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൽ പോകാൻ പെട്ടെന്ന് ഒരു ഡിപ്ലോമ എടുത്തതിന് ശേഷം ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ജോലി ചെയ്യാനും തുടർ പഠനം നടത്താനും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു നല്ല അവസരമാണ്. ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്. അതുപോലെ തന്നെ ഫീസ് എന്ന് പറയുന്നത് ഇല്ലെന്ന് തന്നെ പറയാം. വളരെ നാമമാത്രമായിട്ടുള്ളൊരു ഫീസാണ് ഇതിനു വേണ്ടി വാങ്ങിക്കുന്നത്. ആ ഫീസ് പോലും കൊടുക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ് ആ ഫീസ് കൊടുക്കുന്നത്. അപ്പം അതുപോലെ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. PSC അപ്രൂവ്ഡ് ആണ്. അതായത് കേറ്ററ്റ് പരീക്ഷ എഴുതി സ്കൂളുകളിലെല്ലാം ജോലി ചെയ്യാനായിട്ട് സാധിക്കും. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. മറ്റൊന്ന് ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഇപ്പം ഇന്നറിയപ്പെടുന്നത്, അതായത് ഇന്നത്തെ ഈ പറഞ്ഞ ആധുനിക IT ബേസ്ഡ് ആയിട്ടുള്ളൊരു യുഗത്തിനനുസരിച്ച് ആ പ്രോഗ്രാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇതും എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. 2 വർഷമാണ് കാലാവധി. 60 സീറ്റാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉള്ളത്. നാമമാത്രമായിട്ടുള്ള ഫീസ് മാത്രമാണ് കൊടുക്കേണ്ടത്. DTP സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, ഓൺടർപ്രണർഷിപ്പ് സ്കിൽസ്, ഇതെല്ലാം കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല PSC വഴിയാണെങ്കിൽ സ്റ്റെനോഗ്രാഫറായിട്ടൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു നല്ല മറ്റൊരു അവസരമാണ്. ഞങ്ങൾ ഈ പറയുന്ന എല്ലാ പ്രോഗ്രാമുകളും ഗവൺമെൻറ് മേഖലയിലുള്ള പ്രോഗ്രാമാണ്, അംഗീകൃത പ്രോഗ്രാമാണ്, PSC അംഗീകരിച്ച പ്രോഗ്രാമാണ്. ഇതിന് ഫീസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഇതിനുള്ളൂ. അപ്പം കുട്ടികൾ, ഇതിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലുമുണ്ട്. നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് വഴി പോയാൽ നിങ്ങളുടെ ജില്ലയിലുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ആ വിവരം അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പം ഞങ്ങളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്നോ MG യൂണിവേഴ്സിറ്റിന്നോ ഒക്കെ 4 ഇയർ ഡിഗ്രിയോ 3 ഇയർ ഡിഗ്രിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടും സാധിക്കും. ITIയും ഇതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ധാരാളം ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ITI. അപ്പോൾ ITIയെക്കുറിച്ചും നമുക്കറിയാം. ഒരുപാട് അനവധി ഇപ്പം നിങ്ങൾ പറഞ്ഞ ലോക്കോ പൈലറ്റിനെ കുറിച്ചൊക്കെ കേട്ട് കാണും. അല്ല, ഇഷ്ടംപോലെ അവസരങ്ങളാണ് ITIക്കാർക്ക് ട്രേഡ് അപ്രൻറ്റിസ് ഇതൊക്കെ ആയിട്ട് ചോദിക്കുന്നത്. നാട്ടിലും വിദേശത്തും ഒക്കെ ജോലി കിട്ടുന്ന ഒന്നാണ് ITI. അപ്പോൾ ITIയും ഇതുപോലെ തന്നെ ഒരു പ്രധാന തൊഴിൽ മേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ CGSE ITIക്ക് മാത്രമായിട്ടൊരു സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഈ പറഞ്ഞ ഷോർട്ട് ടൈം കോഴ്സുകളും പെട്ടെന്ന് തൊഴിൽ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളും ഒക്കെ സ്വന്തം കാലിൽ നിന്നിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ITIയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് പുറകെ വരുന്നുണ്ട്. ആ ദിവസം ഏതാണെന്ന് മനസ്സിലാക്കി അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ പ്രധാനമായിട്ടും പോളിടെക്നിക്ക് അതിന്റെ ഒരു സെഷൻ തന്നെ വരുന്നുണ്ട്. പിന്നെ ടീച്ചർ പറഞ്ഞത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ആണ്. ഫീ ഇല്ലാതെ തന്നെ 42 സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഡിപ്ലോമ കോഴ്സ്, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരെണ്ണം നമ്മുടെ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്രട്ടറി പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സാണ്. കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോഴ്സാണ്. നമുക്കറിയാം, ഓഫീസ് സെക്രട്ടറി, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോലുള്ള ഒരു ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യത്തക്ക രീതിയിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കുന്ന കോഴ്സാണുള്ളത്. ഈ 3 കാര്യങ്ങളാണ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ളത്. അതുപോലെ തന്നെ ITI സെപ്പറേറ്റ് തന്നെയാണ്. ടെക്നിക്കൽ മേഖലയിൽ സ്കിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്കിൽഡ് ലേബർ ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ തക്ക വിധത്തിലാണ് ITI കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും ITIയുടെ തന്നെ സെഷൻ നമുക്ക് വേറെ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ടും വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളാണ്.
പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും. അതിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ നമ്മൾ 2 വർഷത്തെ കോഴ്സുകളായിട്ടാണ് ഉള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂലേ? അതെ, പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. 16ഓളം പ്രോഗ്രാമുകളാണ് ലഭ്യമായിട്ടുള്ളത്. LBS വഴിയാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾ കുട്ടികളുടെ പക്ഷേ എന്നാലും പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ നമുക്ക് കിട്ടുക. 2 വർഷമാണ് കാലാവധി. ഇതും ഒരു നല്ല സാധ്യതയാണ്. ഡിപ്ലോമ ഇൻ ഫാർമസി, DPharm എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നല്ല സാധ്യതകൾ. നിങ്ങൾക്ക് അറിയാമല്ലോ, മെഡിക്കൽ സ്റ്റോറുകളൊക്കെ തുറക്കുമ്പോൾ പിന്നെ ഫാർമസി ഡിപ്ലോമ ലൈസൻസ് ഒക്കെ അവർക്കൊക്കെയാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ നല്ല സാധ്യതയുള്ളൊരു പ്രോഗ്രാമാണത്. മറ്റൊന്നാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. നമുക്കറിയാം വളരെയേറെ ഇപ്പം നമ്മൾ ഒരുപാട് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും വീടുകളിലൊക്കെ ആണെങ്കിലും നമ്മളുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സർവീസ് നമുക്ക് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ ഒരു പോസ്റ്റ് കോവിഡ് ഇറയിൽ അതിന് വളരെയേറെ പ്രസക്തി വന്നിട്ടുണ്ട് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്. അത് സാറേ, ടീച്ചറെ, നമ്മളുടെ ഒരു കുട്ടിയുണ്ട് ഇവിടെ, അനുലക്ഷ്മി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് നമ്മുടെ കുട്ടി. നമുക്ക് അനുലക്ഷ്മി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ നല്ലതായിരുന്നു. അനുലക്ഷ്മി, കേൾക്കാവോ? ഹലോ. ഹലോ, അൺമ്യൂട്ട് ചെയ്യണേ. മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ അനുലക്ഷ്മി. അൺമ്യൂട്ട് ആയില്ലേ സാർ? അതെ, കേൾക്കാം. യെസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുലക്ഷ്മി. ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് വർക്ക് ചെയ്യുന്നത്, കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിൽ ഐഡിയ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടൊന്ന് പറയുമോ? എനിക്ക് തോന്നുന്നു എല്ലാവരും അലൈഡ് പാരാമെഡിക്കൽ കോഴ്സിന്റെ കൂടെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനെ പറ്റി ഒന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 2 ഇയർ കോഴ്സാണ്. 2 ഇയർ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇയർലി ആണ് എക്സാംസ് വരുന്നത്. നമ്മൾ ത്രൂ LBS സെന്റേഴ്സ് വഴി തന്നെയാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് 12th പാസ് ആയ കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി ഈ 3 സബ്ജക്ട്സിന്റെ അഗ്രിഗേറ്റ് ടോട്ടൽ എടുത്താണ് നമുക്ക് LBS സെന്റേഴ്സ് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിൽ, അതായത് നമ്മുടെ 14 ജില്ലയിലായിട്ട് 31 കോളേജസ് ആണ് ഉള്ളത്. 31 കോളേജിൽ 15 മെറിറ്റ് സീറ്റ് വീതമുണ്ട്. അതിൽ 3 ഗവൺമെന്റ് കോളേജസ് ആണുള്ളത്. 3 ഗവൺമെന്റ് കോളേജിൽ ഒരെണ്ണം തിരുവനന്തപുരം, 1 കോഴിക്കോട്, 1 പാലക്കാടാണ്. ബാക്കിയുള്ള കോളേജസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഈ കോളേജസിലും നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ. ഒരു 2 ഇയർ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇയർലി ആണ് എക്സാംസ് വരുന്നത്, സെമസ്റ്റർ വൈസ് എക്സാം പ്രോസസ് അല്ല. അപ്പോൾ കോഴ്സിനെ പറ്റി ഒരു ബ്രീഫ് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ബയോളജി സയൻസ് പഠിച്ച ഒരു കുട്ടിയാകുമ്പോഴത്തേക്കും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. പലർക്കും എനിക്ക് തോന്നുന്നു ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. കൂടുതലും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾ തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് എന്നാണ് ഞാൻ കോഴ്സ് പഠിക്കാൻ പോയപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇയർ കൊണ്ട് നമുക്ക് 2 ഇയർ നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് മുനിസിപ്പൽ കോമൺ സർവീസ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്, പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഈ 3 ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് അണ്ടറിലുള്ള ഈ 3 ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ജോലി നേടാൻ സാധിക്കും.
ഇതിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാനിപ്പോൾ കയറിയിട്ടൊരു വൺ ഇയർ കഴിഞ്ഞു. നമുക്ക് ഈ 3 ഫീൽഡിലും, അതായത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് PSC എഴുതി നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നു. റാങ്ക് ലിസ്റ്റ് വരുന്നതിനനുസരിച്ച് ഈ 3 ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സിന് പോയത്. എന്തുകൊണ്ട് നേരത്തെ പോയില്ല എന്നുള്ള ഒരു വിഷമം എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ തോന്നി. +2 കഴിഞ്ഞിട്ട് തന്നെ ഡയറക്റ്റ് കോഴ്സിന് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കോഴ്സിനെ പറ്റി ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിൽ നിന്ന് എല്ലാവർക്കും ഒരു ഐഡിയ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഓക്കെ വളരെ ഓക്കെ ക്ലിയർ ആയിരുന്നു, വളരെ ക്ലിയർ ആയിരുന്നു ലക്ഷ്മി. പിന്നെ ടീച്ചറെ കുട്ടികൾക്ക് കണ്ടിന്യൂ ആർക്കെങ്കിലും താങ്ക് യു. സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു ലക്ഷ്മി. കുട്ടികൾ മെസ്സേജ് ഇടും. ഇപ്പം അനുലക്ഷ്മി എന്ന് പറയുന്ന ആ കുട്ടി നമ്മളോട് സംസാരിച്ചു. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, സർവീസിലിരിക്കുകയാണ്. വളരെ യങ് ഏജിൽ തന്നെ സർവീസിലായി. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, മാസ്റ്റേഴ്സ് എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എടുത്തതെന്നും അതിന് ശേഷമാണ് ജോലിയിൽ പ്രവേശിച്ചതെന്നും പറഞ്ഞു. അപ്പം ഒരു കാര്യം അനുലക്ഷ്മി പറഞ്ഞു, ആദ്യമേ ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി സന്തോഷമായേനെ എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഈ പറഞ്ഞത്, നമ്മൾ CGSEയും ഇത് തന്നെ ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് തുടങ്ങുന്നത്. അതായത് കാര്യം, നിങ്ങൾക്ക് പെട്ടെന്ന് +2ന് ശേഷം വേണമെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. തുടർ പഠനം നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാന പ്രോഗ്രാം ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ്. DMLT എന്ന് പറയും. ലാബുകളിൽ നമുക്കറിയാം ധാരാളം മെഡിക്കൽ ലബോറട്ടറികൾ ഉണ്ടല്ലേ, ലാബുകളുണ്ട്. അപ്പോൾ അവിടെ ജോലി കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന കോഴ്സാണത്. മറ്റൊന്ന് ഡിപ്ലോമ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജിയാണ്. DRRT എന്ന് പറയും. നമുക്കറിയാവുന്ന പോലെ ഇപ്പം റേഡിയോ ഡയഗ്നോസിസ്, സ്കാനിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യാപകമാണ്. അപ്പം അതിൻ്റെ ടെക്നോളജി നല്ല ജോലി സാധ്യതയുള്ള പ്രോഗ്രാമാണ് അത്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജിയാണ്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് അസിസ്റ്റൻസ് ആണ്, അതായത് നേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. അപ്പം നമുക്ക് കണ്ണിൻ്റെ എന്താ പറയുക, കാഴ്ച ഒക്കെ പരിശോധിക്കാനായിട്ട് നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടു കാണും ഒപ്റ്റിക്കൽ കടകളിൽ, അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകളിൽ, കെയർ ഹോമുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒഫ്താൽമിക് അസിസ്റ്റൻസ്, അതുപോലെ തന്നെ അവർക്ക് വേറൊരിടത്തും ഒരു ജോലി കിട്ടും. പറഞ്ഞ പോലെ എന്താ പറയുക, ധാരാളം ഒപ്റ്റിക്കൽ ഷോറൂമുകളുണ്ട്, അവിടെ അവർക്ക് ജോലി കിട്ടും. പിന്നെ മറ്റൊന്ന് ഡെന്റൽ മെക്കാനിക്സ് ആണ്. ഡെന്റിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ദന്തങ്ങളുടെ നിർമ്മാണം, അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി കിട്ടുന്ന ഒരു മേഖലയാണത്. മറ്റൊന്ന് ഡെന്റൽ ഹൈജീനിസ്റ്റ് ആണ്. നമുക്കറിയാം ഡെന്റൽ ഹോസ്പിറ്റലുകളിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്ന, ഡെന്റിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഡെന്റൽ ഹൈജീനിസ്റ്റ്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഇതും നല്ല സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജിയാണ്. നമുക്കറിയാം കാർഡിയോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ള കാര്യങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ സഹായിക്കുന്ന ആളാണത്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജിയാണ്. മറ്റൊന്ന് ഡയാലിസിസ് ടെക്നോളജി. പിന്നെ എൻഡോസ്കോപ്പി. അപ്പോൾ ഡയാലിസിസ് ടെക്നോളജി ധാരാളം ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇന്നത്തെ കാലത്ത്. മറ്റൊന്ന് എൻഡോസ്കോപ്പിയാണ്. ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ സഹായിക്കുന്ന, എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് ഈ പറഞ്ഞ എൻഡോസ്കോപ്പി ടെക്നോളജി പഠിച്ച ആളുകൾ. പിന്നെ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ് എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാം. പിന്നെ ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി, അത് ഹോസ്പിറ്റലുകളിലൊക്കെ അത്തരം ധാരാളം പേര് ആവശ്യമുണ്ട്, നാട്ടിലും വിദേശത്തും ആവശ്യമുണ്ട്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ എന്നുള്ളതാണ്. എല്ലാത്തിനെയും സ്റ്റെറൈലായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് അവരാണ് നോക്കുക. കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്യുപ്മെന്റുകളുടെയും സ്റ്റെറിലിറ്റി അത് അവർ കീപ്പ് ചെയ്യുന്ന ഒരു പഠന ഭാഗമാണത്. അപ്പം ഇത്തരത്തിൽ ഏകദേശം 16ഓളം
പാരാമെഡിക്കൽ 2 വർഷ പാരാമെഡിക്കൽ പ്രോഗ്രാമുകളാണ് പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാമുകളായിട്ട് +2 കഴിഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ലഭിക്കുക. മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. അപ്പം നിങ്ങൾക്ക് മാർക്കുള്ള കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾ ഇതിനകത്ത് തന്നിരിക്കുന്ന LBS സെന്റർ വഴിയാണ് അതിന്റെ അലോട്ട്മെന്റും റാങ്ക് ലിസ്റ്റും ഒക്കെ വരുന്നത്. LBS സെന്ററിന്റെ വെബ്സൈറ്റ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതുവഴി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ടീച്ചറെ, അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ മേഖലയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ജനറൽ നേഴ്സിംഗ്. അതുപോലെ തന്നെ ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് പറയുന്ന 2 കോഴ്സുകൾ, GNM ആൻഡ് ANM. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സെഷൻ തന്നെ ഉണ്ട് മെയ് 2-ാം തീയതി. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ, ഇതും +2 എലിജിബിലിറ്റി ആണ്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ എലിജിബിലിറ്റി +2 ആണ്. നേഴ്സിംഗ് GNM ജനറൽ നേഴ്സിംഗ് ആയാലും ANM ആയാലും അതിന്റെയും എലിജിബിലിറ്റി +2 തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പോളിടെക്നിക്, ITI, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സുകൾ, ഇത്തരം കോഴ്സുകളുടെ ഒക്കെ എലിജിബിലിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. SSLC ആണ് എലിജിബിലിറ്റി വരുന്നത്. അപ്പം SSLC എലിജിബിലിറ്റിയിൽ ഇപ്പൊ +2 പഠിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റും. അതേസമയം ഇപ്പൊ പറഞ്ഞ പാരാമെഡിക്കൽ കോഴ്സുകളായാലും നേഴ്സിംഗ് കോഴ്സുകളായാലും അതിന്റെ എലിജിബിലിറ്റി SSLC അല്ല +2 ആണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഡീറ്റെയിൽ നമുക്ക് അടുത്ത സെഷനുകളിൽ നിങ്ങൾക്ക് കിട്ടും. ടീച്ചർ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഫാർമസിസ്റ്റ് ആവുക. ഹോമിയോ ഫാർമസി ഉണ്ട്, അതുപോലെ തന്നെ ആയുർവേദ ഫാർമസിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഹോമിയോ ഫാർമസിസ്റ്റ് ആവുക. ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട കോഴ്സുകൾ, ഒന്ന് ഹോമിയോ ഫാർമസിയുമായി ബന്ധപ്പെട്ട് വരുന്ന കോഴിക്കോട്, തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജുകളിലാണ് ഈ കോഴ്സ് ഉള്ളത്. 50 സീറ്റുകൾ വീതമാണുള്ളത്. 1 വർഷത്തെ കോഴ്സാണ്. ശ്രദ്ധിക്കണേ, എലിജിബിലിറ്റി വീണ്ടും SSLCയിലേക്ക് വരികയാണ്. +2 അല്ല എലിജിബിലിറ്റി, SSLC ആണ്. ഇപ്പം അതിന്റെ ഒരു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. 22-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അത് 25-ലേക്ക് നീട്ടിയിട്ടുണ്ട്. 28-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഹോമിയോ ക്ലിനിക്കുകളിൽ ഫാർമസിസ്റ്റ് ആവാനുള്ള ഒരു പ്രൊവിഷനാണ്. അതുപോലെ തന്നെ ആയുർവേദ ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ ആയുർവേദ അവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് ചെയ്യാൻ അവിടെയും SSLC തന്നെയാണ് എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആയുർവേദ ഫാർമസിസ്റ്റ് ആവാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആയുർവേദ എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന വെബ്സൈറ്റ് അവിടെ തന്നിട്ടുണ്ട്, ayurveda.kerala.gov.in. അവിടെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതേസമയം ഹോമിയോ ഫാർമസിസ്റ്റ് ആവാനാണെങ്കിൽ നിങ്ങൾ LBS, ടീച്ചർ നേരത്തെ പറഞ്ഞ LBSന്റെ സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ശ്രദ്ധിക്കുക, 2ന്റെയും എലിജിബിലിറ്റി SSLC ആണ്. ടീച്ചർ, ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്തൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് പഞ്ചകർമ്മ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇത് ഇന്നിപ്പം വളരെയേറെ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്നൊരു ന്യൂസ് റിപ്പോർട്ടിന്റെ ഒരു ക്ലിപ്പിംഗ് ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതായത് ആയുർവേദ സ്പായും അതുപോലെ തന്നെ പഞ്ചകർമ്മയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അതില് അപ്പൊ ആയുർവേദ ഈ പറഞ്ഞ പോലെ സ്പായും പഞ്ചകർമ്മയും കൂടി ആയുർവേദ സ്പാ പഠിച്ചു കഴിഞ്ഞാലുള്ളൊരു സാധ്യതയെക്കുറിച്ച് കാണിക്കുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണിത്. അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ധാരാളം ആളുകൾ വെൽനെസ്സിനും അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇത് നാട്ടിൽ മാത്രമല്ല വിദേശത്തും വളരെയേറെ സാധ്യതയാണ് ഈ പഞ്ചകർമ്മ ആൻഡ് സ്പാ തെറാപ്പി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനുള്ളത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഞങ്ങളെ കാണിച്ചിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രധാന പത്രത്തിൽ വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞപ്പം ധാരാളമായിട്ടുള്ള ഓഫറുകളാണ് വലിയ കമ്പനികൾ, വലിയ ഹോട്ടൽ ശൃംഖലകളിൽ നിന്നും അതുപോലെ തന്നെ വലിയ വലിയ ടൂറിസ്റ്റ് ഗ്രൂപ്പ്, എന്താ പറയാ, അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു.
വിദേശത്ത് പോകാനായിട്ടുള്ള അവസരം ഇങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൈ നിറയെ പൈസ കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്, പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും. ശ്രീ ശങ്കര സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. 1 വർഷമാണ് അതിൻ്റെ കാലാവധി. പിന്നെ മറ്റൊന്ന് ആയുർവേദ തെറപ്പിസ്റ്റ് കോഴ്സാണ്. അത് നടത്തുന്നത് ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പാണ് നടത്തുന്നത്. രണ്ടിൻ്റെയും വെബ്സൈറ്റ് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇത്തരം രംഗങ്ങളിൽ ഇപ്പം പെട്ടെന്നൊരു ജോലി കിട്ടണം, കുറച്ച് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ടൂറിസം, ഹോട്ടൽ വ്യവസായങ്ങൾ, ഇപ്പം നിങ്ങൾ കണ്ടു കാണും അല്ലെ, വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ നമുക്ക് എന്ന് കഴിഞ്ഞാൽ സ്പാ കാണാം, സ്പാ തെറാപ്പിയെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ വലിയ സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. ഇപ്പം മാരിയറ്റ് ആകാം, ഹയത്ത് ആകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. ആ ഹോട്ടൽസ് ഒന്നും ഒരിക്കലും നാട്ടിൽ മാത്രമല്ല, അവർക്കൊക്കെ അവരുടെയൊക്കെ യൂണിറ്റുകൾ വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് വിദേശ ക്ലയൻറ്റുകളുണ്ട്, നാട്ടിലുള്ള ക്ലയൻറ്റുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ധാരാളം ഈ മേഖലയിൽ നന്നായിട്ട്, അതായത് നമ്മളുടെ ആയുർവേദത്തിനൊക്കെ വിദേശ രാജ്യത്തിൽ ഭയങ്കര ഡിമാൻഡാണ്. അതുപോലെ വിദേശ ടൂറിസ്റ്റുകളുടെ ഇടയിലും നമ്മളുടെ ആയുർവേദവും പഞ്ചകർമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ സാധാരണ മറ്റു നാടുകളിലുമൊക്കെ സ്പാ കിട്ടുമെങ്കിലും കേരളത്തിലെ സ്പായ്ക്ക് ഒരു പ്രത്യേകതയായിട്ടാണ് ആളുകൾ കാണുന്നത്. കാര്യം നമ്മുടെ സ്പാ എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ്, അല്ലെങ്കിൽ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് അവർക്ക് വളരെയേറെ ഗുണം കിട്ടും എന്നുള്ള ഒരു പ്രചരണവും ഒരു സത്യവുമുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്രയും സാധ്യതയുള്ളത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിന് കുട്ടികൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് പോയി കഴിഞ്ഞാൽ ജോലി പെട്ടെന്ന് കിട്ടും എന്നുള്ളതൊരു സത്യമാണ്. നമ്മുടെ ധാരാളം കുട്ടികൾ ഇങ്ങനെ പോയിട്ട് സക്സസ്ഫുൾ ആകാറുമുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ ഇതിനകത്ത് ഞങ്ങൾ ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ വെബ്സൈറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആ ഫോൺ നമ്പറിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. മറ്റൊന്ന് പറയുന്നത് യോഗ ആൻഡ് ഹെൽത്ത് ആണ്. ഇതും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ്. നമുക്കറിയാം ലോകത്തിലെ ഈ പറഞ്ഞ ഹെൽത്ത് ആൻഡ് വെൽനസ് എവിടെ ചെന്നാലും, ചെറിയ ഗ്രാമങ്ങളിൽ പോലും നമുക്കിപ്പം ജിംനേഷ്യങ്ങൾ കാണാം, വെൽനസ് സെന്ററുകൾ കാണാം, യോഗ കേന്ദ്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കരിക്കുലത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ യോഗയും വെൽനസ്സും ഒക്കെ നമ്മളുടെ പഠന വിഷയങ്ങളോട് ചേർക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു പ്രചരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കൂടത്തേ ഉള്ളൂ, കുറയാനായിട്ട് പോകുന്നില്ല. കാരണം മനുഷ്യരെല്ലാവരും അവരുടെ വെൽനസിനെ കുറിച്ച് വളരെയേറെ ബോധവാന്മാരാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ മാത്രമല്ല, എല്ലാ ആളുകളും. ഇപ്പം നമുക്കറിയാം ധാരാളം ആളുകൾ ഇപ്പം ജിംനേഷ്യത്തിലൊക്കെ പോകാറുണ്ട്, ഇത്തരം വെൽനസ് സെന്ററുകളിലൊക്കെ പോകാറുണ്ട്. അതുകൂടാതെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും കോളേജുകളിലും ഒക്കെ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ യോഗ ഇൻസ്ട്രക്ടർമാരെയൊക്കെ വിളിക്കാറുണ്ട്. ഇനി ഇത് വളർന്നു വരുന്ന ഒരു മേഖല തന്നെയാണ് ഈ പറഞ്ഞ യോഗ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ പ്രത്യേകത, കേരളത്തിന്റെ ഇന്ത്യയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആയുർവേദത്തിലേക്ക്, ലോകം തന്നെ ഒരു ആയുർവേദം, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വെൽനസ്സുമായിട്ടും ഹെൽത്തുമായിട്ടും ബന്ധപ്പെട്ട് ആശ്രയിക്കുന്ന ഒരു രീതി ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളെ എലിജിബിൾ ആക്കുക, നിങ്ങളെ അതിന് എംപ്ലോയബിൾ ആക്കാനായിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റും. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കോളേജ് വൈക്കം തലയോലപ്പറമ്പില് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഉള്ള ദേവസ്വം ബോർഡ് കോളേജിൽ ഡിപ്ലോമ ഇൻ യോഗ ആൻഡ് ഹെൽത്ത് 1 വർഷം ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. +2 ആണ് അതിൻ്റെ എലിജിബിലിറ്റി. പിന്നെ മറ്റൊരു പ്രോഗ്രാം നടക്കുന്നത് ശ്രീ ശങ്കര കോളേജ് കാലടി സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് UGCയും NSDCയും അപ്രൂവ് ചെയ്ത പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഡിപ്ലോമ ഇൻ യോഗ ഇൻസ്ട്രക്ടർ എന്നാണ് ആ കോഴ്സിന്റെ പേര്. 1 വർഷമാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി +2 ആണ്. ഈ പറഞ്ഞ ശ്രീ ശങ്കര കോളേജ് കാലടിയിലൊക്കെ ഇപ്പം ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വെബ്സൈറ്റിൽ, കാലടി സർവകലാശാലയുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റ് ഒരു തൊഴിലധിഷ്ഠിത പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ജെറിയാട്രിക് കെയർ ഡിപ്ലോമ. അത് IHRD നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ, UK-യിലാകാം, യൂറോപ്പിലാകാം, മറ്റ് വിദേശ രാജ്യങ്ങളിലാകാം, അവിടെയൊക്കെ കെയർ ഹോമുകളിൽ ജോലി ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ലോകത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ല, ആൾക്കാരുടെ പ്രായം കൂടുകയാണ്. പ്രായം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ ഫാമിലിയാണ്, അണുകുടുംബങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ടും പല ആളുകളും സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം നിൽക്കാതെ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പഠനത്തിനോ തൊഴിലിനോ ഒക്കെ ആയിട്ട് മറ്റുള്ളിടത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കും. അപ്പൊ അവരെ നോക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു തൊഴിൽ രംഗമായിട്ട് മാറിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ജെറിയാട്രിക് കെയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ ധാരാളം നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ട്, ധാരാളം റിസോഴ്സ് ഉണ്ട്, മിടുക്കരായിട്ടുള്ള എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത് കൊണ്ട് IHRD എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള IHRD അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് 6 മാസത്തെ ജെറിയാട്രിക് കെയർ ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അതിപ്പോൾ വിളിച്ചിട്ടുണ്ട്. +2 ആണ് എലിജിബിലിറ്റി, 6 മാസമാണ് ഇതിന്റെ കാലാവധി. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് അവരുടെ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഈ ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആ അനൗൺസ്മെന്റിൽ നിങ്ങൾക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ, അവരുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു പ്രോസ്പെക്ടസും ആ സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അതും ഒക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇതൊന്നും കൊണ്ട് നിങ്ങളുടെ പഠനം അവസാനിപ്പിക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പെട്ടെന്ന് തൊഴിൽ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പോയി ഇതേപോലൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം അതോടൊപ്പം തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്രോഗ്രാമിലോ ഒക്കെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ ഡിഗ്രി പഠനവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ ടീച്ചറെ, അപ്പം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, വിദേശ രാജ്യങ്ങൾക്ക് ഒരുപാട് ജെറിയാട്രിക് മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. 6 മാസത്തെ കോഴ്സ് ഒക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാം. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ആൻഡ് ടൂറിസം, അല്ലെ നമ്മുടെ ടൂറിസവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അവസരങ്ങളുള്ള കോഴ്സുകളെ പറ്റിയാണ് ടീച്ചർ പറഞ്ഞത്. പ്രധാനപ്പെട്ട തെറാപ്പിസ്റ്റ്, സ്പാ തെറാപ്പി കോഴ്സുകളൊക്കെ. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി +2 ആണ്. അതേസമയം 10ാം ക്ലാസ് എലിജിബിലിറ്റിയിലും ഉണ്ട്, അവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ പറയുന്നത്, ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. ചെറിയ ഫീസിൽ നിങ്ങൾക്ക് അംഗീകൃതമായ സർട്ടിഫിക്കറ്റോട്ട് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട്, അല്ലെ, ഏറ്റവും അധികം ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ടൂറിസം മേഖല. ആ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ ഇത്തരം മേഖലയിലേക്ക് നമ്മളെ കൈപിടിക്കുന്ന തരത്തിലേക്ക് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കേരള ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കിറ്റ്സ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ്. നമുക്കറിയാം BBA MBA പ്രോഗ്രാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഷോർട്ട് ടൈം കോഴ്സുകളെയാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ എയർപോർട്ട് ഓപ്പറേഷൻ IATA സർട്ടിഫൈഡ് കോഴ്സാണ്, ഫൗണ്ടേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം വിത്ത് അബണ്ടൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകളും കിറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് സബ് സെന്ററുകൾ ഉണ്ട്, മെയിൻ സെന്റർ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 6 മാസം അല്ലെങ്കിൽ 4 മാസത്തേക്ക് ഒരുപാട് കോഴ്സുകൾ കിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിന് +2 ആണ് എലിജിബിലിറ്റി വരുന്നത്. അതേസമയം ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷന്റെ എലിജിബിലിറ്റി 6 മാസത്തെ കോഴ്സാണ്, അത് SSLC ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് 10ാം ക്ലാസ് എലിജിബിലിറ്റിയിൽ. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് +2 എലിജിബിലിറ്റിയിൽ വരുന്ന കോഴ്സുകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ സെഷൻ ഷോർട്ട് ടൈം ആയതുകൊണ്ട് പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ഷോർട്ട് ടൈം കോഴ്സുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു കോഴ്സുകളെ പറ്റി മറ്റ് സെഷനുകളിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ തന്നെ ചാറ്റ് ബോക്സിലൊക്കെ കണ്ടു, എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെയും കോഴ്സുകളെ പറ്റി അന്വേഷിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പൊ എങ്ങനെ പോകണം, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്, അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ചൂഷണങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് സേഫ് ആയിട്ട് ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കേഷനോടെ നമുക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ ഉണ്ടോ എന്നൊക്കെ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇത്തരം കോഴ്സുകളെ പറ്റി കൂടി ടീച്ചറെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകാമോ? തീർച്ചയായിട്ടും ധാരാളം തൊഴിൽ അവസരങ്ങൾ ഇനി നമുക്ക് അറിയാവുന്നത് പോലെ ഈ എയർ ട്രാഫിക്കും അതുപോലെ തന്നെ എന്താ പറയാ വ്യോമയാന മേഖല എന്ന് പറയുന്നത് നല്ലപോലെ വികസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ധാരാളം ആളുകളെ ആവശ്യമുണ്ട്, എല്ലാ രീതിയിലുള്ള ജോലികൾക്കായിട്ടും ആവശ്യമുണ്ട്. അത്തരത്തില് നമ്മൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞു. കിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് ഉണ്ട്. അവർ വളരെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് മേഖലയിൽ തന്നെ ഉള്ള പ്രോഗ്രാമുകളെ കുറിച്ച് പറയാം. അതുപോലെ ഇവിടെ അഡ്വഞ്ചറസ് ടൂറിസത്തെ കുറിച്ച് സാർ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ സാറേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല ടീച്ചർ. ഇതും ഒന്ന് ഞാൻ പറയാമേ കുട്ടികളെ. അതായത് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അല്ലെ, കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവൻ നമ്മൾ ടെലിവിഷനിലെ ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്, കുട്ടികളൊക്കെ ധാരാളമായിട്ട് ട്രെക്കിങ്ങിന് പോകാറുണ്ട്, സ്ഥലം കാണാനായിട്ട് പോകാറുണ്ട്. ധാരാളം പേര് അത്തരം മേഖലകളിലേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴേക്കും കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രവാർത്തയിൽ കണ്ടു, ഇനി മുതല് ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോഴേക്ക് അംഗീകാരമുള്ള ഒരു ഗൈഡിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി. അപ്പോൾ അത് ഒരു നല്ല മേഖലയാണ്. ഇത്തരത്തിൽ വിനോദസഞ്ചാരം, ഇതുപോലെയുള്ള ഇച്ചിരി സാഹസ ടൂറിസം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസും അതുപോലെ തന്നെ വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് നൽകുന്ന സാഹസിക ടൂറിസം പരിശീലനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ആഴ്ചകളുടെ ഒരു കോഴ്സാണ്. ഈ രംഗത്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഗൈഡായിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് നേടാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അതുമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ സാഹസിക രംഗത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് മൗണ്ടനീറിംഗ് കോഴ്സ്. ഇതും നമുക്കറിയാം, ധാരാളം പേരിപ്പം ഈ പറഞ്ഞ പോലെ മൗണ്ടൻസ് ഒക്കെ കയറാറുണ്ടല്ലേ. ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെയേറെ ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമാണിത്. വളരെയേറെ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു 6 മാസമൊക്കെ പലപ്പോഴും നമ്മൾ 6 മാസം മുതൽ 2 വർഷം വരെ കാത്തിരുന്നാലേ ഇതിന് പലപ്പോഴും നമുക്ക് അഡ്മിഷൻ കിട്ടാറുള്ളൂ. കുറച്ച് എന്താ പറയുക, ശാരീരികമായിട്ടുള്ള നമ്മളുടെ അത്തരം ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശാരീരിക ക്ഷമതയൊക്കെ പരിശോധിക്കപ്പെടും, എന്നിട്ട് മാത്രമേ നമുക്ക് അതിനകത്ത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാലും 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവരെയാണ് അതിനകത്ത് അവർ പ്രവേശിപ്പിക്കുക. 15 ദിവസം മുതൽ 1 മാസ കാലയളവ് വരെയുണ്ട് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ഡിഫൻസ് സർവീസുകളിലേക്ക് അവർ എടുക്കാറുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ ധാരാളം നമുക്കറിയാം, ഈ നാഷണൽ ജിയോഗ്രഫിക് ചാനലൊക്കെ പോലെയുള്ള ധാരാളം അത്തരത്തിലുള്ള എന്താ പറയുക, ഇതൊക്കെ സംരക്ഷണം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ളവർ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ഏജൻസീസ് ഉണ്ട്, അവരും ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ഹൈ ഡിമാൻഡുള്ള കോഴ്സാണ്. പക്ഷെ നമ്മളുടെ ശാരീരിക ക്ഷമത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളിവിടെ അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നിട്ടുണ്ട്. ആ ഞാൻ പറഞ്ഞു, ഇതൊരു ഷോർട്ട് ടൈം പ്രോഗ്രാമാണ്. താല്പര്യമുള്ള കുട്ടികൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക. അത് ഹൈ ഡിമാൻഡ് കോഴ്സാണ്. നല്ല സാലറിയിൽ നമുക്ക് ജോലിയൊക്കെ കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ടീച്ചറെ ഒരു കാര്യം അതിന്റെ കൂടെ പറയാനുള്ളത്, ടീച്ചർ പറഞ്ഞ പോലെ മൗണ്ടനറിങ്ങിനൊക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മുടെ കിഡ്സ് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ക്യാമ്പസ് ആണ്. 15 ദിവസത്തെ ഒരു ട്രെക്കിംഗ് പ്രോഗ്രാം കിഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും കിഡ്സ് ആകുമ്പോൾ നമുക്ക് ഇത്ര വെയിറ്റിംഗ് പീരീഡ് ഒന്നും വരുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മളിത് ഈ കാണിച്ചതൊക്കെ എന്ന് പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഉത്തരകാശി, ഡാർജിലിംഗ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, വലിയ അഡ്വഞ്ചർ സ്പോട്ടുകളിലൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. കാര്യം ആ പ്രദേശങ്ങളിലേ നമുക്ക് മൗണ്ടനറിങ് നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങളിലേക്ക് കോഴ്സ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കിഡ്സ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ആക്സസിബിൾ ആണ്. നാട്ടിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സാറ് പറഞ്ഞ ആ ഒരു കിഡ്സ് എന്ന് പറയുന്നത് അതിന്റെ സാധ്യതയും കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇപ്പൊ സാർ എന്നോട് പറഞ്ഞത് എയർപോർട്ട് അല്ലെ, ഏവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അതായിരുന്നു. ധാരാളം ഉള്ള സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ഇനിയും വളർച്ച ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയുമാണ് ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ, എയർലൈൻ ക്യാബിൻ ക്രൂ ഇങ്ങനെയുള്ള മേഖലകൾ. അപ്പൊ ഇതില്
ധാരാളം ഈ ഒരു മേഖലയിൽ ധാരാളം സാധ്യതകളുണ്ട്. ഇതുപോലെ തന്നെ നല്ല അപകടമുണ്ട്. ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ പലപ്പോഴും പല സ്ഥാപനങ്ങളും BBA ഏവിയേഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാമുകൾ നടത്തുന്നു. ഈ പ്രോഗ്രാമുകളൊന്നും BBA ഏവിയേഷൻ സ്പെഷ്യലൈസേഷൻ ഒന്നും തന്നെ അല്ല താനും. ഈ BBA എന്ന് പറയുന്ന ഒരു ഡിഗ്രിയും ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ധാരാളം പേർക്ക് തൊഴിൽ കിട്ടാറില്ല. അത് പഠിച്ചത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനമോ തൊഴിലോ ഒന്നും കിട്ടുന്നില്ല. പലപ്പോഴും ഇതിന്റെ അംഗീകാരം സംബന്ധിച്ച കാര്യങ്ങൾ കുട്ടികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അവരുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ പോയിട്ട് ഈ പറഞ്ഞ ഏവിയേഷൻ പ്രോഗ്രാമുകൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഗവൺമെന്റ് മേഖലയിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞ കളമശ്ശേരി ഗവൺമെന്റ് ITI. അവർ നടത്തുന്ന ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവരെ ഒന്ന് വിളിച്ചിരുന്നു ഞാൻ ഇന്ന്. അപ്പൊ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് 1 വർഷത്തെ ഒരു പ്രോഗ്രാമാണ്. ഈ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് എയർലൈൻ ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം 1 വർഷത്തെ പ്രോഗ്രാം. 9 മാസം ട്രെയിനിങ്ങും 9 മാസം അതിന്റെ പഠനവും 3 മാസം അതിന്റെ ഇന്റേൺഷിപ്പുമാണ് ഉള്ളത്. അങ്ങനെ 1 വർഷത്തെയാണ് പ്രോഗ്രാം. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 85,000 രൂപയാണ് ഫീസ്, ഇൻക്ലൂഡിങ് യൂണിഫോം. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പറഞ്ഞപ്പോൾ അവർ പറയുമായിരുന്നു ഇതേ കോഴ്സിന് തന്നെ പുറത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങള് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ ഒന്നാമത് അതിന്റെ അംഗീകാരമുണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ മോക്ക് ഇന്റർവ്യൂസ് കൊടുക്കാറുണ്ട്, ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. ഇവർ ഈ മേഖലയിൽ നടത്തുന്ന ഈ ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് എയർലൈൻ ക്യാബിൻ ക്രൂ കൂടാതെ തന്നെ അവർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിനും അവർ പറഞ്ഞത് 100% പ്ലേസ്മെന്റ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതുമൊക്കെ 1 വർഷത്തെ ഒരു പ്രോഗ്രാമാണ്. കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ഏവിയേഷൻ മേഖലയിൽ ഈ ഒരു പ്രോഗ്രാം. സിലബസ് എന്തൊക്കെയായിട്ട് ഇത്രയും വരുന്ന ഈ കോഴ്സിന്റെ സിലബസ് ഒന്ന് പറയാമേ. അത് പറയാം സാറേ. ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് എയർലൈൻ ക്യാബിൻ ക്രൂവിന്റെ സിലബസ് ഞാൻ പറയാം. ട്രാവൽ ആൻഡ് ടൂറിസം സിലബസിൽ വരുന്നുണ്ട്, എയർപോർട്ട് ഓപ്പറേഷൻ സിലബസിൽ വരുന്നുണ്ട്, എയർലൈൻ ക്യാബിൻ ക്രൂ അത് സിലബസിൽ വരുന്നുണ്ട്, എയർഫെയർ സിലബസിൽ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സിലബസ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രോഗ്രാമിനുള്ള ഇംഗ്ലീഷ്, മറ്റ് ഭാഷകള്, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി നിങ്ങളുടെ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാം ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് പഠിപ്പിക്കും. പിന്നെ സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് തരുന്നത്. ഇനിയും മറ്റൊരു നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ രംഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കൊച്ചിയിലുള്ള സിയാൽ അല്ലെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ അവരുടെ ഒരു സബ്സിഡിയറി ഉണ്ട്, സിയാസൽ ഏവിയേഷൻ സർവീസസ് എന്ന് പറയുന്ന സിയാലിന്റെ ഒരു സബ്സിഡിയറി യൂണിറ്റ്. അവർ നടത്തുന്ന വ്യത്യസ്തമായിട്ട് പ്രോഗ്രാമുകളാണ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് പ്രോഗ്രാം ഉണ്ട്, PG ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ എയർപോർട്ട് പാസഞ്ചർ സർവീസസ് മാനേജ്മെന്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ എയർപോർട്ട് റാം സർവീസസ് മാനേജ്മെന്റ്. ഈ പ്രോഗ്രാമുകൾക്കൊക്കെ പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, കുട്ടികൾ ഏവിയേഷൻ എന്ന് കണ്ടിട്ട് വെറുതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ സിയാസൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക. ഡിഗ്രി എടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള PG ഡിപ്ലോമകളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളോ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയും പോകത്തില്ല, നിങ്ങൾക്ക് ജോലിയും കിട്ടും. ഇവരൊക്കെ എന്ന് പറയുമ്പോൾ 3 ഇന്റർവ്യൂവിന് വരെ അവർ നിങ്ങൾക്ക് ചാൻസ് തരും, നിങ്ങളെ ഇരുത്തും, നിങ്ങൾക്ക് അതിനുള്ള അവസരം തരും. അപ്പൊ ഇത്തരം അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക.
പിന്നെ മറ്റ് ഏവിയേഷൻ പ്രോഗ്രാമുകൾ, ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ ഏവിയേഷനിലുള്ളത് അയാട്ട ഉഫ്ത ഉണ്ട്, ട്രാവൽ ടൂറിസം, ടിക്കറ്റിംഗ്, കാർഗോ, ഇങ്ങനെയുള്ള അയാട്ട നടത്തുന്ന പ്രോഗ്രാമുണ്ട്, ഫിയാറ്റ നടത്തുന്ന ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. അത് ഈ വെബ്സൈറ്റ് ഞങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ സമയമെടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ധാരാളം പ്രോഗ്രാമുകൾ ഈ മേഖലയിൽ, ഗവൺമെന്റ് മേഖലയിലുണ്ട്, അല്ലെങ്കിൽ അംഗീകരിച്ച പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം ഈ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സ്കൂളിലെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിൽ കരിയർ ഗൈഡിനെ ഒന്ന് സമീപിച്ചതിന് ശേഷം ആ കരിയർ ഗൈഡുമായിട്ട് കൂടുതൽ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത്തരം പ്രോഗ്രാമുകൾ ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ ടീച്ചറെ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണേ, 3 തരത്തിലുള്ള കോഴ്സുകളെയാണ് ടീച്ചർ ഇപ്പൊ ഇവിടെ പരിചയപ്പെടുത്തിയത്. അതായത് ഏവിയേഷൻ മേഖല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലകളെപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ കൊടുക്കുന്ന അല്ലെങ്കിൽ ചതിവുകളുള്ള ഒരു മേഖലയാണെന്ന് ടീച്ചർ പറഞ്ഞു, പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ. ഒന്നാമത്തെ കാര്യം അതിന്റെ ഫീസാണ്. രണ്ടാമത്തെ കാര്യം ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ആണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വേണം ഈ മേഖലയിൽ താല്പര്യമുള്ളവർ പോകാൻ വേണ്ടി. അപ്പൊ അവിടെ SSLC എലിജിബിലിറ്റിയിലാണ് ITI കളമശ്ശേരിയിലെ കോഴ്സിനെ പറ്റി ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടെ പ്ലേസ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ലൈഡിൽ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അടക്കമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് +2 എലിജിബിലിറ്റിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കിഡ്സ്, നമ്മുടെ ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള കിഡ്സിന്റെ 2 പ്രോഗ്രാമുകൾ, എയർപോർട്ട് ഓപ്പറേഷനും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കോഴ്സും, ഈ 2 കോഴ്സുകൾക്കും +2 ആണ് എലിജിബിലിറ്റി. കിഡ്സിന്റെ സർട്ടിഫിക്കേഷൻ ആണ് തരുന്നത്, അയാട്ടയുടെ സർട്ടിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏവിയേഷൻ മേഖലയിൽ അയാട്ട സർട്ടിഫിക്കേഷനുള്ള കോഴ്സുകൾക്കാണ് വാലിഡിറ്റി ഉള്ളത്. അതേസമയം സിയാല് നമുക്ക് തരുന്ന കോഴ്സ് ഡിഗ്രി കോഴ്സാണ്. അപ്പം 10ാം ക്ലാസ് +2 ഡിഗ്രി എലിജിബിലിറ്റിയിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് എടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതിൽ ഒരു കാര്യം കൂടി, നമുക്ക് +1 +2 വിദ്യാർത്ഥികൾക്ക് അറിയാം, നമുക്ക് നമ്മുടെ സ്കൂളില് ഓരോ സ്കൂളിലും നമുക്ക് കരിയർ ഗൈഡുമാരുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി. 10ാം ക്ലാസ്സിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡായിട്ട് ഒരു അധ്യാപകനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ വേണമെങ്കിൽ ആ അധ്യാപകനെ സമീപിച്ചാൽ, സ്കൂളിൽ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മളിനി അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. ലോകത്ത് എവിടെയും ടൂറിസം മേഖല വളരെ പെട്ടെന്ന് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റാലിറ്റി ആണ്. ഒരുപാട് അവസരങ്ങളുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലായാലും വിദേശ രാജ്യങ്ങളിലായാലും സ്റ്റാർ ഹോട്ടലുകൾ, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ, കാറ്ററിംഗ് കമ്പനികൾ, വിമാന കമ്പനികൾ, ഒരുപാട് മേഖലകളുണ്ട്, കപ്പലുകൾ, റെയിൽവേ, ഹോസ്പിറ്റൽ. ഈ മേഖലകളിലൊക്കെയും നമുക്ക് ഒരു കരിയറിലേക്ക്, ഇത്തരം മേഖലകളിലേക്കൊക്കെയും ജോലിയിലേക്ക് എത്താൻ വേണ്ടി വീണ്ടും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേര് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് 1 വർഷത്തെ കോഴ്സ് +2 എലിജിബിലിറ്റിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 തരത്തിലുള്ള കോഴ്സുകളാണുള്ളത്. നമുക്ക് കേരളത്തിൽ മൊത്തം 13 സ്ഥാപനങ്ങളാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഏകദേശം എല്ലാ ജില്ലകളിൽ തന്നെ ഓരോ സ്ഥാപനങ്ങൾ വീതമുണ്ട്. അതിൽ ആദ്യത്തെ 3 കോഴ്സുകൾ ഫുഡുമായി ബന്ധപ്പെട്ടാണ്. ഫുഡിന്റെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ബേക്കറി ആൻഡ് കൺഫെക്ഷനറി, ബേക്കറി അതിന്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കാനിങ് ആൻഡ് പ്രിസർവേഷൻ, എങ്ങനെയാണ് അത്തരത്തിലുള്ള ഫുഡ് നമുക്ക് പ്രിസർവ് ചെയ്യുക, കേടാവാതെ സൂക്ഷിക്കുക, അത്തരത്തിലുള്ള കോഴ്സുകളാണ് ആദ്യത്തെ 3 കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ വരുന്ന രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്നത് ഹോട്ടൽ അക്കോമഡേഷൻ ആൻഡ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസസ്, ഫ്രണ്ട് ഓഫീസ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ സർവീസ് കാറ്റഗറിയിലാണ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ ഏത് മേഖലയിലായാലും ഇത്തരത്തിലുള്ളൊക്കെ തൊഴിലവസരങ്ങൾ ഒരുപാട് ഉണ്ട്. ഇത്തരത്തിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന കേരള ഗവൺമെന്റിന്റെ കീഴിലെ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കേഷനുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ഉള്ള ഒരു സ്ഥാപനമാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. +2 ആണ് എലിജിബിലിറ്റി ഈ കോഴ്സിലേക്ക്. ഈ 13 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എല്ലാ കോഴ്സുകളും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മുടെ ജില്ലയിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് നമ്മൾ പോവുക. അപ്പൊ അവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 12 മാസവും നിങ്ങൾക്ക് കോഴ്സായിട്ടല്ല ഉള്ളത്, 9 മാസമാണ് കോഴ്സ് വരുന്നത്. അതിനുശേഷം 3 മാസം നിങ്ങൾ ഏത് മേഖലയിലാണോ കോഴ്സ് എടുത്തിരിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ഉള്ള ഈ ഒരു ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങളുള്ള ഒരു കോഴ്സാണ്, സ്ഥാപനമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര സ്ലൈഡ് ഒന്ന് മാറ്റാവോ? അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും വരുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രീമിയർ സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി.
നിങ്ങൾക്കറിയാം JEE MCH CT ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഡിഗ്രി കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രീമിയർ സ്ഥാപനമാണ്. 2 സ്ഥാപനങ്ങളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതിലൊന്ന് തിരുവനന്തപുരത്തുള്ള കോവളത്തുള്ള സ്ഥാപനമാണ്. അവരും ഫുഡുമായി ബന്ധപ്പെട്ട് +2 എലിജിബിലിറ്റിയിൽ ഫുഡ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ അത്തരം ആ ഒരു കോഴ്സിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫുഡിന്റെ പ്രൊഡക്ഷൻ അതുപോലെ ഫുഡ് ആൻഡ് ബ്യൂറോ സർവീസ് കോഴ്സുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ്. കോഴിക്കോടാണുള്ളത്, വരക്കൽ ബീച്ചിനടുത്താണുള്ളത്. അവരും ഇത്തരത്തിലുള്ള +2 എലിജിബിലിറ്റിയിൽ ഫുഡുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സുകൾ, ഫുഡിന്റെ പ്രൊഡക്ഷൻ, ബിവറേജ് സർവീസ്, ബേക്കറി ആൻഡ് കൺഫെക്ഷനറി, ഡിപ്ലോമ ഇൻ ഹൗസ് കീപ്പിംഗ് ആൻഡ് ഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ഗവൺമെന്റ് സർട്ടിഫിക്കേഷനോടെ ചെറിയ ഫീസിൽ പഠിച്ച് നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. ഓക്കെ, അടുത്തത് 2 പ്രധാനപ്പെട്ട പ്രീമിയർ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് സിഫ്നെറ്റ് ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്നാണ്. പ്രീമിയർ സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. 3 സെന്ററുകളാണുള്ള, കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം 3 സ്ഥലങ്ങളിലാണുള്ളത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ട്രേഡ് കോഴ്സുകൾ എന്ന് പറയുന്ന 2 കോഴ്സുകൾ വെസൽ നാവിഗേറ്റർ, മറൈൻ ഫിറ്റർ എന്ന് പറയുന്ന 2 കോഴ്സുകളാണ്. നമുക്കറിയാം കോസ്റ്റൽ ഏരിയയിൽ ഫിഷിംഗ് ഒക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച്, ഫിഷിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു വെസൽ ഉപയോഗിച്ച് ആധുനിക രീതിയിൽ ഫിഷിംഗ് നടത്തുക, അതാണ് വെസൽ നാവിഗേറ്റർ എന്ന് പറയുന്ന കോഴ്സിന്റെ പ്രത്യേകത. രണ്ടാമത്തേത് മറൈൻ ഫിറ്റർ ആണ്. അത്തരത്തിലുള്ള വെസലുകൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിന്റെ കേടുപാടുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാം. ഇത്തരത്തിലുള്ള കോഴ്സുകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രീമിയർ സ്ഥാപനമാണെങ്കിൽ പോലും ഇതിന്റെ എലിജിബിലിറ്റി SSLC ആണ്. പക്ഷെ മറ്റു കോഴ്സുകളെ പോലെയല്ല, പ്രീമിയർ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഇതിനൊരു എൻട്രൻസ് ഉണ്ട്. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സയൻസ് ഒക്കെയാണ് വരുന്നത്. 10ാം ക്ലാസ് ബേസ് ആയിട്ട് വരുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത ആളുകൾക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്താൻ സാധിക്കുക. പ്രത്യേകിച്ച് ഫിഷിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരു എക്സ്ട്രാ വെയിറ്റേജ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെ എക്സാം സെന്റർ നമുക്ക് കൊച്ചിയിലുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ 2 വർഷത്തെ 4 സെമസ്റ്റർ ആയിട്ട് വരുന്ന ഈ 2 വർഷത്തെ കോഴ്സിൽ നിങ്ങൾക്ക് 1500 രൂപ വീതം സ്റ്റൈഫൻഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ ഈ സ്ഥാപനത്തെ ഓർത്തു വെക്കുക. അതിന്റെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷന്റെ ഡേറ്റ് വരുന്ന സമയത്ത്, സാധാരണ ജൂലൈ ഓഗസ്റ്റിലൊക്കെയാണ് ആപ്ലിക്കേഷൻ വിളിക്കാറുള്ളത്. ആ സമയത്ത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അടുത്ത സ്ഥാപനം സിപ്പറ്റ് എന്നാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. നമുക്കറിയാം പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട 2 കോഴ്സുകളാണ് സിപ്പറ്റ് തരുന്നത്. 27 ക്യാമ്പസുകളാണുള്ളത്. അതിലൊരു ക്യാമ്പസ് നമ്മുടെ കൊച്ചിയിലുണ്ട്. 3 വർഷത്തെ, നമ്മുടെ പോളിടെക്നിക് പോലെ 3 വർഷത്തെ SSLC എലിജിബിലിറ്റിയിൽ വരുന്ന ഡിപ്ലോമ പ്രോഗ്രാം ആണ്. ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾ ടെക്നോളജി, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി. ഈ 2 കോഴ്സുകൾക്കും ഒരു എൻട്രൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്, സിപ്പറ്റ് നടത്തുന്നതാണ്. അപ്പം ആ ഒരു സിപ്പറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എൻട്രൻസ് എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. 100% പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്ന കോഴ്സാണ് സിപ്പറ്റ് പറയുന്നത്. അവർ അവകാശപ്പെടുന്നത് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് അവർ ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പം വിശദവിവരങ്ങൾ വെബ്സൈറ്റ് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെയും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, +1 +2 പഠിക്കുന്നവർക്ക് അറിയാം, ഇതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ മീറ്റും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ഥാപനത്തിലെ എൻട്രൻസിനെ പറ്റി മനസ്സിലാക്കുകയും വെബ്സൈറ്റ് സന്ദർശിക്കുകയും ചെയ്യും. പറയുമ്പം ഒരു കാര്യം കൂടി പറയാം, സിപ്പറ്റിൽ ലാറ്ററൽ എൻട്രി അവൈലബിൾ ആണ്. നമ്മൾ സിപ്പറ്റിൽ ഒരു ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ ഒരു ലെറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞാൽ 2ാം വർഷത്തിലേക്ക്, എഞ്ചിനീയറിംഗിന്റെ 2ാം വർഷത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന ലാറ്ററൽ എൻട്രിക്ക് എലിജിബിലിറ്റി ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും. പറഞ്ഞോളൂ സാറേ. അതെ അതെ. ഓക്കെ ടീച്ചറെ, കുറച്ചും കൂടെ ഒരു എന്താ പറയാ, കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുറച്ചും കൂടെ എന്താ പറയാ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ രീതിയിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റിയും കൂടി ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തൂലേ? അതിപ്പോ ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫയർ ഫൈറ്റിംഗ് കോഴ്സ്, ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പറയാം. അപ്പം എയർപോർട്ടിൽ ഫയർ ഫൈറ്റേഴ്സിനെ വേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെ യോഗ്യത നൽകുന്ന ഒരു കോഴ്സാണ് 3 മാസത്തെ ബേസിക് ഫയർ ഫൈറ്റിംഗ് കോഴ്സ്.
സോറി 3 മാസം അല്ല കേട്ടോ, അതിന്റെ കാലാവധി 6 മാസത്തെ 6 മാസത്തെ ബേസിക് ഫയർ ഫൈറ്റിംഗ് കോഴ്സ് +2 ആണ് അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫോൺ നമ്പറും തന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഫയർ ആൻഡ് സേഫ്റ്റിയിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം നമുക്ക് കൊച്ചിയിലുണ്ട്, ആലുവയിലുണ്ട്. FACT എന്ന് പറയും. FACT നടത്തുന്ന +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ 2 വർഷത്തെ IT കഴിഞ്ഞ കുട്ടികളാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിൻ്റെ പ്രവേശനത്തിന് 1 വർഷം കാലാവധിയുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു എഴുത്ത് പരീക്ഷയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ശാരീരിക ക്ഷമത പരിശോധന, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. നല്ല തൊഴിൽ സാധ്യതയുള്ളതും അതുപോലെ തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമാണ് ഫയർ ആൻഡ് സേഫ്റ്റി. FACT നൽകുന്ന ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ്. അതിൻ്റെ വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സാധാരണ ജൂൺ മാസത്തിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. താല്പര്യമുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാക്കി ആ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് വളരെയേറെ ഡെവലപ്മെൻ്റ് അല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ ധാരാളം നടക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് വരുന്നതനുസരിച്ച് തന്നെ ധാരാളം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷനൊക്കെ വലിയ തോതിലുള്ള കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഇന്നിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി എക്യുപ്മെൻ്റ് ആണ്. ഈ ഹെവി എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നാട്ടിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഹെവി എക്യുപ്മെൻ്റ് ഓപ്പറേഷന് ധാരാളം ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ എക്സ്കവേഷൻ, അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ലോഡർ, ക്രെയിൻ്റെ, നമുക്കറിയാം എല്ലാ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ എടുക്കുമ്പോൾ അവിടെ ക്രെയിൻ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും ക്രെയിൻ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഫോർക്ക് ലിഫ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഹെവി എക്യുപ്മെൻറ്റിൻ്റെ ഓപ്പറേഷൻ, അതിന് ലൈസൻസ് നൽകാനുള്ള പരിശീലനം നൽകുന്ന പ്രോഗ്രാമുകളും FACTയിൽ നടക്കുന്നുണ്ട്. FACTയുടെ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് ഈ പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും ഞങ്ങളിവിടെ ഇതിൽ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. പെട്ടെന്ന് ജോലി കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് വെൽഡിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെൽഡിംഗ് ആൻഡ് റിസർച്ച് നടത്തുന്നത്. അതും FACTയുടെ ക്യാമ്പസിൽ തന്നെയാണ് അവർ ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് വെൽഡിംഗ്, ഈ പറഞ്ഞ എല്ലാ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ധാരാളം വെൽഡിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർ വാട്ടർ വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ല് അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടുന്നത്, നമുക്ക് അതിൻ്റെ വരുമാനം കിട്ടുന്നത്. നമ്മുടെ സാലറിയൊക്കെ അതനുസരിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അതിനകത്ത് നല്ല സ്കിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിമാൻഡുമാണ്, ഭയങ്കര സാലറിയുമാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ജോലിയും കിട്ടും. പക്ഷേ ഇതിനകത്ത് താല്പര്യം വേണം കേട്ടോ. താല്പര്യമുള്ളവർ വേണം ഈ ഒരു മേഖലയിലേക്കൊക്കെ പോകാനായിട്ട്. 3 മാസം മുതൽ 1 മാസം വരെ ദൈർഘ്യമുള്ള വ്യത്യസ്തമായിട്ടുള്ള വെൽഡിംഗ് കോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെൽഡിംഗ് ആൻഡ് റിസർച്ച് FACT ക്യാമ്പസിൽ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അംഗീകരിച്ച പ്രോഗ്രാമുകളാണ്. വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാനായിട്ട് ഈ രംഗത്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് പോകാനായിട്ട് സാധിക്കും. ഫോൺ നമ്പറുകൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെബ്സൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, JDC എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് നടത്തുന്നത്. 10 മാസത്തെ കോഴ്സാണ്. അതിൽ 8 മാസമാണ് കോഴ്സ് വരുന്നത്, 2 മാസം ട്രെയിനിങ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരം കോഴ്സുകളിലൊക്കെയും വെറുതെ നിങ്ങളെ ഒരു കോഴ്സ് പഠിപ്പിച്ച് വിടുകയല്ല ചെയ്യുന്നത്. അതോടൊപ്പം കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങും കൂടെ തന്നിട്ടാണ് നിങ്ങളെ പുറത്തേക്ക് വിടുന്നത്. ഇവിടെയും SSLC എലിജിബിലിറ്റി SSLC ആണ് വരുന്നത്. കരിയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരുപാട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇത്തരം സ്ഥാപനങ്ങളിലെ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള ഒരു എലിജിബിലിറ്റിയാണ് JDC എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇതുമായി മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ വെബ്സൈറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഉള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അല്ലെ? അതെ, ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതും അപ്ലൈ ചെയ്യുക, ഒപ്പം തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെന്നിട്ട് ഡിഗ്രിയും അപ്ലൈ ചെയ്യുക. BCom 4 ഇയർ ഉണ്ട്, ആ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒപ്പം ഇതും അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് ഡിഗ്രിയും കിട്ടും, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു തൊഴിലധിഷ്ഠിത പ്രോഗ്രാമും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു മേഖല ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിനെ കുറിച്ച് മാത്രമായിട്ടൊരു സെഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സെഷനിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. നമ്മളിവിടെ അത് പ്രതിപാദിക്കുന്നതെന്ന് പറയുന്നത് +2-ന് ശേഷം 2 വർഷം കൊണ്ട് DLED എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യത നേടാനായിട്ട് സാധിക്കും. ഒരു തൊഴിലിനുള്ള യോഗ്യത നിങ്ങൾ നേടും. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരേ സമയം തന്നെ നിങ്ങൾക്കൊരു ഓൺലൈൻ ഡിഗ്രിക്കോ അല്ലെങ്കിൽ അത് നല്ല എപ്പോഴും നമ്മൾ ഡിഗ്രിക്കൊക്കെ ഇങ്ങനെ ഓൺലൈനും ഒക്കെ ചെയ്യുമ്പം അംഗീകാരമുള്ള സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ പോലുള്ള പ്രോഗ്രാമിന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഓണേഴ്സ് ഡിഗ്രി പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ DLED എന്ന് പറയുന്ന പ്രോഗ്രാമും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ലാംഗ്വേജ് ഞങ്ങളൊന്ന് എടുത്തു പറയുന്നത് ഇതുകൊണ്ടാണ് ഹിന്ദി. ഇനി നമുക്ക് അറിയാവുന്നതുപോലെ ഒരു ഹിന്ദിക്ക് ഇപ്പോൾ വളരെയേറെ പ്രാധാന്യം കിട്ടുകയാണ്. ഇപ്പം ഹിന്ദി പഠനം അധ്യാപകരാകാനായിട്ട് ഹിന്ദി പ്രചാർ സഭ നടത്തുന്ന പ്രോഗ്രാമുകൾ ചെയ്താലും മതി. അപ്പോൾ അതുമായിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് DLED പ്രോഗ്രാമിനാണെങ്കിലും 200 സീറ്റുകളൊക്കെയാണുള്ളത്. നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിക്കും ഹിന്ദി ഡിഗ്രിയും എടുക്കാം, ഒപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹിന്ദിയിൽ തന്നെ നിങ്ങൾക്കൊരു DLED പ്രോഗ്രാം നടത്താനായിട്ട് സാധിക്കും. പിന്നെ അറബിക് ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്, ഡിപ്ലോമ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ഓൺലൈൻ കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക് തരുന്നുണ്ട്. ഇത് 6 മാസത്തെ ഒരു കോഴ്സാണ്. ഇതും ഈ പറഞ്ഞ പോലെ അറബിക്കിലൊക്കെ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നല്ലതായിരിക്കും. നഴ്സറി ടീച്ചർ ട്രെയിനിങ്ങും ഇതുപോലെ തന്നെയാണ്. +2-ന് ശേഷം 2 വർഷത്തെ പ്രോഗ്രാമാണ്. ടീച്ചർ അതുപോലെ തന്നെ ലൈബ്രറിയൻ ആവുക അല്ലെങ്കിൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാൻ അങ്ങനെ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ആ ഒരു കോഴ്സ് കൂടി ഒന്ന് പരിചയപ്പെടുത്തൂലേ? അതാണ് ലൈബ്രറി സയൻസിൻ്റെ 6 മാസത്തെ കോഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ അതാണ് പറയുന്നത്, അതിൽ ഡിഗ്രി ലൈബ്രറി സയൻസ് കോഴ്സുകളൊക്കെ ഉണ്ട്. എന്നാലും 6 മാസത്തെ, അതായത് നമ്മളുടെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി നടത്തുന്ന തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറി നടത്തുന്ന 6 മാസത്തെ കോഴ്സുണ്ട്. അംഗീകാരമുള്ളൊരു കോഴ്സാണ്. വളരെ ചെറിയ ഫീസേ ഉള്ളൂ. 650 രൂപ കൊടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. 41 സീറ്റുകളാണുള്ളത്. താല്പര്യമുള്ള ഈ ഒരു മേഖലയിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് പഠനത്തിന് വേണ്ടി വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഓക്കെ ടീച്ചറെ, അപ്പം നമ്മൾ ഒരുപാട് കോഴ്സുകളെ പറ്റി പറഞ്ഞു. പല കോഴ്സുകളും ഓഫ്ലൈൻ ആയിട്ട് അവരവരുടെ സെന്ററുകളിൽ പോയി പഠിക്കേണ്ടതാണ്. അപ്പൊ പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയം ഇതാണ്, നമ്മുടെ നാട്ടിൽ അവരവരുടെ നാടുകളിൽ എന്താണ് ഇത്തരത്തിൽ പ്ലേസ്മെന്റ് സാധ്യതയുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ചെറിയ ഫീസിൽ സർട്ടിഫിക്കേഷൻ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനോടെ പോകാൻ പറ്റുന്ന സ്ഥാപനങ്ങളുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാറുണ്ട്. അത്തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടീച്ചർ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം അസാപ്പാണ്. അസാപ്പിന്റെ സെന്ററുകളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോഴ്സുകളെ പറ്റിയും ടീച്ചർ സമയമെടുത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവരുടെ നാടുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സെന്ററുകളിൽ പഠിക്കാനുള്ള ഒരു പ്രൊവിഷൻ അക്കാര്യങ്ങളെ പറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ടീച്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമോ? അതെ, മില്ലറ്റ് സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പല പ്രോഗ്രാമുകളും നിങ്ങളുടെ സ്ഥലത്തുനിന്ന് വെളിയിൽ, നിങ്ങളുടെ ജില്ലയിൽ നിന്ന് വെളിയിൽ പോയി പഠിക്കേണ്ട പ്രോഗ്രാമുകളും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലിപ്പം ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് ഒരു തൊഴിൽ കാണാനായിട്ടൊരു തൊഴിൽ നേടിയെടുക്കാനായിട്ടൊരു തൊഴിലധിഷ്ഠിത പ്രോഗ്രാം പഠിക്കുക, ഒപ്പം തന്നെ നിങ്ങളുടെ തുടർ വിദ്യാഭ്യാസം നടത്തുക. ഇങ്ങനെ ഉള്ള ആശയത്തോടു കൂടിയുള്ളതിൽ വളരെ പ്രസക്തമായ ഒന്നാണ് അസാപ്പ് എന്ന് പറയുന്നത്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ ഒരു തൊഴിലിന് പ്രാപ്തരാക്കുക, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളെ ഒരു തൊഴിലിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ അസാപ്പിൻ്റെ ഒരു ഉദ്ദേശം തന്നെ. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിൽ 20 സ്കിൽ പാർക്കുകളാണുള്ളത്. ഓരോ ജില്ലയിലും ഒരു സ്കിൽ പാർക്കുണ്ട്. ചില ജില്ലകളിൽ 1-ലധികം സ്കിൽ പാർക്കുകളുണ്ട്. ആ സ്കിൽ പാർക്കുകളിൽ
17 സെക്ടറുകളിലായിട്ട് 212 കോഴ്സുകളാണ് ലഭ്യം. അപ്പോൾ ഈ സെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് ഇഷ്ടമുള്ള കുട്ടികൾ കാണും അല്ലേ? അപ്പോൾ ഗെയിമിംഗ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. ആനിമേഷൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ആനിമേഷനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുണ്ട്. ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് താല്പര്യമുള്ള കുട്ടികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുണ്ട്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ഇത് താല്പര്യമുള്ള കുട്ടികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ. ബാങ്കിങ്, ഫിനാൻസ്, ഇപ്പോൾ +2 കൊമേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്നൊരു തൊഴിലധിഷ്ഠിത പ്രോഗ്രാം നടത്തണമെങ്കിൽ ബാങ്കിങ്, ഫിനാൻസ് രംഗത്തെ പ്രോഗ്രാമുകളുണ്ട്. മറ്റൊന്ന് ഹെൽത്ത് കെയർ ആണ്. സയൻസ് ഒക്കെ പഠിച്ച് ബയോളജി ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് പോയി തൊഴിൽ നേടിയെടുക്കണം, ഒപ്പം പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ പ്രോഗ്രാമുണ്ട്. മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റിൽ പ്രോഗ്രാമുണ്ട്. ലാംഗ്വേജ് ആൻഡ് ലൈഫ് സ്കിൽസിലുണ്ട്. ഓട്ടോമോട്ടീവ്സിലുണ്ട്. സ്പോർട്സ് ഉണ്ട്. ഏവിയേഷൻ ഉണ്ട്. അഗ്രികൾച്ചർ, മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ്, ബ്യൂട്ടി, വെൽനസ്, സിവിൽ ഡിസൈൻ ഇങ്ങനെ തുടങ്ങി 212 കോഴ്സുകളാണ് ഈ 17 സെക്ടറുകളിലായിട്ട് അസാപ്പ് നടത്തുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മളിവിടെ അസാപ്പിൻ്റെ വെബ്സൈറ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. asapkerala.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് എന്ന് പറഞ്ഞു വരും. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ 20 സ്കിൽ പാർക്കുകളുണ്ട്. ഇതെടുത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രദേശത്തെ സ്കിൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ലഭിക്കും. ഇങ്ങനെയായിരിക്കും അത് വരുന്നത് കണ്ടോ. അപ്പോൾ ഈ സ്കിൽ പാർക്കുകളെ കുറിച്ച് കിട്ടും. ആ സ്കിൽ പാർക്കുകളുടെ പ്രോഗ്രാമുകളെ കുറിച്ചിട്ടാണ് ഈ കിടക്കുന്നത്. ഈ ഓരോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, അതിനകത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊരു ടെലഫോണിൻ്റെ ഒരു വാട്സാപ്പിൻ്റെ പോലത്തെ ഒരു ഐക്കണുമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം നിങ്ങളിത് ഈ വെബ്സൈറ്റിലേക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണിത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതുമായിട്ട് നിങ്ങൾ കൂടുതൽ ബ്രൗസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇത് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. ഓഫ്ലൈൻ പ്രോഗ്രാമുകളും ഉണ്ട്, ഓൺലൈൻ പ്രോഗ്രാമുകളും ഉണ്ട്. എല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള പ്രോഗ്രാമുകളാണ് എല്ലാ പ്രോഗ്രാമുകളും. ഇവിടെ എല്ലാ പ്രോഗ്രാമുകൾക്കും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയാണ് അല്ലേ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലുള്ള അസാപ്പിൻ്റെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അപ്പം ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ +2 പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് അവരിപ്പോൾ അപ്കമിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് 4 പ്രോഗ്രാമുകളെ കുറിച്ച് അവർ പറഞ്ഞു. ഞാനതൊന്ന് നിങ്ങളോടൊന്ന് കാണിക്കാം. ഒന്ന് ഫിറ്റ്നസ് ട്രെയിനർ പ്രോഗ്രാമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള 6 മാസ കാലാവധിയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഫിറ്റ്നസ് ട്രെയിനർ പ്രോഗ്രാം. ഈ പ്രോഗ്രാം നിങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ അതിലൊക്കെ ഒരു എക്സ്പീരിയൻസ് എവിടെയെങ്കിലുമൊക്കെ ജിംനേഷ്യത്തിലോ വെൽനസ് സെൻറ്ററുകളിലോ ഒക്കെ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് കുറച്ച് നാൾ ഒരു ഇൻറ്റേൺഷിപ്പും അതുപോലെ തന്നെ കുറച്ച് എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുദ്രാ ലോണിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. മുദ്രാ ലോൺ എടുത്തിട്ട് നിങ്ങൾക്കൊരു ജിംനേഷ്യം തുടങ്ങാനായിട്ട് 20 ലക്ഷത്തിലധികം രൂപ വരെ അനുവദിക്കുമെന്നാണ് അറിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ തുടർ പഠനം നടത്താനും നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഫിറ്റ്നസ് ട്രെയിനർ. അവർ പറഞ്ഞത് ഭയങ്കര ഡിമാൻഡാണ് ഈ ഫിറ്റ്നസ് ട്രെയിനർക്ക് പറഞ്ഞു. ഇത് നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രോഗ്രാം ഇവിടെ നമ്മൾ ആലപ്പുഴയിൽ നടക്കുന്നത് നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പ്രോഗ്രാമാണ്. +2 ആണ് അതിൻ്റെ എലിജിബിലിറ്റി. ഈ പറഞ്ഞ ഫിറ്റ്നസ് ട്രെയിനറുടെ എലിജിബിലിറ്റിയും +2 ആണ് കേട്ടോ. ഇവിടെ എല്ലാം ഏത് സ്ട്രീമിലുള്ളവർക്കും പോകാം. കൊമേഴ്സ് പഠിച്ചവർക്കും പോകാം, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും പോകാം, സയൻസ് ബയോളജി പഠിച്ചവർക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും എല്ലാം ഈ പ്രോഗ്രാമുകൾക്ക് പ്രവേശനം ലഭിക്കും. നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പ്രോഗ്രാം 1 വർഷ കാലാവധി ഉള്ളതാണ്. NCVT സർട്ടിഫിക്കേഷനാണ് തരുന്നത്. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. ഇത് 126 രാജ്യങ്ങളിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ NCVT പ്രൊവൈഡ് ചെയ്യുന്നത് ഈ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട്. ഇതിന് നല്ല ഡിമാൻഡാന്ന് പറഞ്ഞു കെയർ ഹോംസിൽ.
ലോകത്തെല്ലായിടത്തുമുള്ള കെയർ ഹോമുകളിൽ മുന്നേ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആളുകൾ ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു വഴി തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പം നമുക്കറിയാം നേഴ്സിങ്ങിനൊക്കെ പലപ്പോഴും നമ്മൾ നല്ല മാർക്കില്ലെങ്കിൽ ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം അത്തരം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ജനറൽ നേഴ്സിങ്ങോ അതുപോലെ NM ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം അതിനോട് കിടപിടിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഇവരുടെ 1 year NCVT സർട്ടിഫിക്കേഷനുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രോഗ്രാം. മറ്റൊന്ന് ഇവർ പറഞ്ഞ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ആയുർവേദ തെറപ്പിസ്റ്റ് കോഴ്സാണ്. അത് ആയുർവേദ തെറപ്പിസ്റ്റ് ആണെങ്കിലും ആയുർവേദ നഴ്സായിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. +2 ആണ് ഇതിൻ്റെ എലിജിബിലിറ്റി. 100% പ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. വളരെ വലിയ ഡിമാൻഡാണ് നാട്ടിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഈ പ്രോഗ്രാമിനെന്ന് പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞ് കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. 8 മാസമാണ് അതിൻ്റെ കാലാവധി. ഈ പ്രോഗ്രാമിൽ ഈ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് 10ാം ക്ലാസ് ഉള്ളവർക്കും 12ാം ക്ലാസ് ഉള്ളവർക്കും പ്രവേശനമുണ്ട്. അതിനകത്ത് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്, ബ്യൂട്ടീഷ്യൻ ഉണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്. ഇനി ഈ പറഞ്ഞ ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, ബ്യൂട്ടീഷ്യൻ പോലെയുള്ള പ്രോഗ്രാമുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓരോ പ്രോഗ്രാമും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് എടുത്താൽ 3 മാസം മാത്രമാണ് കാലാവധി. ഇതെല്ലാം കൂടി ഉള്ളൊരു കോംബോ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിന് 8 മാസമാണ് കാലാവധി. അത് നല്ല ഹൈ ഡിമാൻഡാണ് ഈ പ്രോഗ്രാമിനെന്നാണ് അവിടുത്തെ അതിൻ്റെ കോർഡിനേറ്റർ നമ്മളോട് പറഞ്ഞത്. മറ്റൊരു പ്രോഗ്രാം ഉള്ളത് അണ്ടർ വാട്ടർ ഡൈവിംഗ് ആണ്. അണ്ടർ വാട്ടർ ഡൈവിംഗ് 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഈ ഒരു പ്രോഗ്രാമിനും നല്ല ഡിമാൻഡാണ്. ഗോവ അതുപോലെ ആൻഡമാൻ പോലെയുള്ള സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലും ഇതിന് ഹൈ ഡിമാൻഡാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ ഇത് പഠിക്കാനായിട്ട് പോകുമ്പോൾ ഇതിനൊരു ഫീസുണ്ട്. വളരെ നോമിനലായിട്ടുള്ള ഫീസേ ഉള്ളൂ ഇതിന് സ്കിൽ ലോണുകൾ ലഭ്യമാണ്. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ ഇടാനായിട്ടുള്ള ലോണുകളും മുദ്ര പോലെയുള്ള ലോണുകളും ലഭ്യമാണ് എന്നാണ് നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അസാപ്പിൻ്റെ കോർഡിനേറ്റർ നമ്മളെ അറിയിച്ചത്. അപ്പം ഞാനിത് നിങ്ങളോട് പറയുന്നത് ആലപ്പുഴ സെൻറ്ററിലുള്ള അപ്കമിങ് പ്രോഗ്രാമുകളാണ്. ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ സെക്ടറിലും, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ആകാം, അല്ലെങ്കിൽ ഗെയിമിംഗ് ആകാം, ആനിമേഷൻ ആകാം, ഇതുപോലെയൊക്കെയുള്ള എല്ലാ പ്രോഗ്രാമുകളും പല സെൻറ്ററിലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്ററിലുള്ള പ്രോഗ്രാം ഏതാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ ചേരാം. ഇപ്പം തുടങ്ങാൻ പോകുന്ന പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത മാസം തുടങ്ങുന്ന പ്രോഗ്രാമുകൾ കാണും, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകൾ കാണും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിലൊക്കെ ഉള്ളതിനകത്തൊക്കെ ധാരാളം പ്രോഗ്രാമുകൾ കിടപ്പുണ്ട്, ലോജിസ്റ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉപരിപഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലത്ത് ഏതെങ്കിലുമൊക്കെ സ്കിൽ അറിയുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായിട്ടാണ് ലോകം കരുതുന്നത്. അപ്പോൾ അതിന് നിങ്ങളെ എലിജിബിൾ ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം തന്നെയാണ് ഈ അസാപ്പ് എന്ന് പറയുന്ന സ്ഥാപനം. ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് അംഗീകൃതമായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിനുവേണ്ടി പഠിക്കാനുള്ള ലോണും പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്താൻ സമയത്ത് അതിനുള്ള ലോണും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ അസാപ്പ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ, പല പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോൺ കാണാം. വാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയും ഡ്രോൺ, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോൺ, ആഘോഷങ്ങളിൽ ഡ്രോൺ, അതുപോലെ തന്നെ എന്താ പറയുക, ഈ പറഞ്ഞ അഗ്രികൾച്ചർ കാർഷിക മേഖലയിൽ മരുന്ന് തളിക്കും കാര്യങ്ങൾക്കുമായിട്ട് ഡ്രോണാണ്. ഇപ്പം എല്ലായിടത്തും ഡ്രോണുണ്ട്. അപ്പോൾ ഡ്രോൺ പൈലറ്റ് വെറുതെ എല്ലാവർക്കും ഒന്നും നമുക്കിപ്പോൾ ഡ്രോൺ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിന് അതും നല്ല ഡിമാൻഡുള്ള പ്രോഗ്രാമാണ്. അതുപോലെ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് ഉണ്ട്. അതും നല്ല ഹൈ ഡിമാൻഡുള്ള പ്രോഗ്രാമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യനാണ്. അതും അസാപ്പ് നടത്തുന്നുണ്ട്, കെൽട്രോൺ നടത്തുന്നുണ്ട്, അതുപോലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള അവർ നടത്തുന്നുണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ്. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സാണ്. അസാപ്പ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇലക്ട്രിക് വെഹിക്കിളിന്റെ സർവീസിങ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്
ഉള്ള കോഴ്സ് അസാപ്പ് നടത്തുന്നു. അതെ, നമുക്കറിയാം ഇന്നിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിനൊക്കെ ഉള്ളവരുടെയൊക്കെ എണ്ണം കൂടുകയാണ് അല്ലേ. ഇനി ഭാവിയിൽ അതിൻ്റെ എണ്ണം കൂടാനേ വഴിയുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ അതുകൊണ്ടാണ് അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ പറഞ്ഞ അസാപ്പ് വളരെ നോമിനലായിട്ടുള്ള ഫീസ് തന്ന് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഓയിൽ ആൻഡ് ഗ്യാസ്. ധാരാളം കുട്ടികൾ എൻക്വയറി നടത്തുന്നതാണ്. അതും പറഞ്ഞ പോലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് തരുന്നുണ്ട്, അസാപ്പ് തരുന്നുണ്ട്, പിന്നെ കോഴിക്കോടുള്ള ഒരു ITI തരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മറ്റൊരു മേഖലയാണ് അല്ലേ സാറേ? അതെ അതെ അതെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ എന്താണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ഒരു മേഖലയാണ്. ആ ഒരു സ്കില്ലുള്ള ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും ഒരു പ്രശ്നം പ്രൈവറ്റ് മേഖലയിൽ പോവുക, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ, വലിയ കോഴ്സുകൾ ഫീസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ അതിന് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാധ്യതയും കൂടി അസാപ്പ് തരുന്നുണ്ട്. അസാപ്പ് ഉണ്ട്, കെൽട്രോൺ തരുന്നുണ്ട്. അതുപോലെ ടീച്ചറെ കേൾക്കുന്നില്ലേ? കേൾക്കാം സാറേ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. അപ്പം അത്തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ ഓൾറെഡി പറഞ്ഞു. ഇത് മാത്രമല്ല ഒരുപാടുണ്ട് അസാപ്പ്. അതായത് ഞങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്ന് കമ്പൈൻ ചെയ്ത് പറയാണ്. ഒന്ന്, ടീച്ചർ ഓൾറെഡി അസാപ്പിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള അസാപ്പ് സെന്റർ ഏതാണെന്ന് നോക്കി അവിടെയുള്ള കോഴ്സുകളെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് എത്തിച്ചേരാവുന്ന രണ്ടാമത്തെ ഒരു ഓപ്ഷൻ റൂട്ടോണിക്സ് ആണ്. മൂന്നാമത് ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ടീച്ചർ ആ സ്ലൈഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടീച്ചർ റൂട്ടോണിക്സ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട്. റൂട്ടോണിക്സ് ഞാനൊന്ന് പറയുകയാണ്. അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ അന്വേഷിക്കുക, തൊഴിൽ കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുക, അവരെ എംപവർ ചെയ്യുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് റൂട്ടോണിക്സ് പ്രവർത്തിക്കുന്നത്. അവർക്ക് വ്യത്യസ്ത മേഖലകളിലായിട്ട് ധാരാളം പ്രോഗ്രാമുകളുണ്ട്. സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാമുകളുണ്ട്, ഹാർഡ്വെയറിൽ CCTV, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ, സെർവർ മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മാനേജ്മെൻറ്റ്, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എഞ്ചിനീയറിംഗ്, എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള പ്രോഗ്രാമുകളുണ്ട്. മൾട്ടിമീഡിയ, ഗെയിം ഡിസൈൻ ഉണ്ട്, ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ആനിമേഷൻ, 3D ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, AR VR ഡിസൈൻ, UI UX ഡിസൈൻ, ഇങ്ങനെയുണ്ട്. ലോജിസ്റ്റിക്സ് പ്രോഗ്രാംസ് ഉണ്ട്, വെയർഹൗസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പോലെയുള്ള പ്രോഗ്രാമുണ്ട്. കാർഡ് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, കാർഡ് പ്രോഗ്രാമിനൊക്കെ വളരെയേറെ പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണിപ്പോൾ ഈ പറഞ്ഞ. പ്രത്യേകിച്ച് നമ്മൾ ഡിജിറ്റൽ ഒരു യുഗത്തിലേക്ക് വന്നപ്പോഴേക്കും ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചറൽ കാർഡുണ്ട്, മെക്കാനിക്കൽ കാർഡുണ്ട്, ഇലക്ട്രിക്കൽ കാർഡുണ്ട്, BIM ഉണ്ട്. ഇപ്പം നമുക്കറിയാം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് BIM-ൻ്റെ പ്രോഗ്രാം, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡൽ, 3D മോഡലുകൾ. അതുപോലെ തന്നെ BIM ഫോർ സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ട്, 3D പ്രിൻറ്റിങ്. ഇത്തരം പ്രോഗ്രാമുകൾ കാർഡിൻ്റെ സെക്ടറിലേക്ക് അവർ തരുന്നുണ്ട്. ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ജ്വല്ലറി, ഗാർമെൻറ്റ് ഫാഷൻ ഡിസൈനിങ്, സർട്ടിഫൈഡ് ബ്യൂട്ടീഷ്യൻ പോലെയുള്ള പ്രോഗ്രാമുകൾ തരുന്നുണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾ അതിൻ്റെ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഇതൊക്കെ പ്രാദേശികമായിട്ടും അവരുടെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് തന്നെ ഇതിൻ്റെ സെൻറ്ററുകൾ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ഈ പ്രോഗ്രാമിന് ചേരാൻ പറ്റും. ചെറിയ ഫീസ് മാത്രമേ അതിന് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തുടർ വിദ്യാഭ്യാസം നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത്തരത്തിലൊരു പ്രോഗ്രാം ഒന്ന് തന്നെയാണ് കെൽട്രോൺ. അതെ, കെൽട്രോൺ എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലുടനീളം ഏകദേശം 400-ലധികം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വലിയൊരു സ്ഥാപനമാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും കെൽട്രോണിന്റെ സൈറ്റിലൊക്കെ നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ഏത് എലിജിബിലിറ്റിയിലുള്ള കോഴ്സിലേക്കാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്. നിങ്ങളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അക്കൗണ്ടിങ്, ടാക്സേഷൻ, ആനിമേഷൻ, ഓഡിയോ വീഡിയോ, സൗണ്ട് എഡിറ്റിംഗ്, ഓട്ടോമൊബൈൽ, ബേസിക് കമ്പ്യൂട്ടർ കോഴ്സ്, CCTV, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, കമ്പനി സെക്രട്ടറി, ഇങ്ങനെയൊക്കെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. IoT, ഫർണിച്ചർ, ഫയർ ആൻഡ് സേഫ്റ്റി, ഫാഷൻ ഡിസൈനിങ് തുടങ്ങി ഒരുപാട് ഓപ്ഷനുകൾ വരും. അതിലേതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. 10ാം ക്ലാസ് എലിജിബിലിറ്റി, SSLC, അതുപോലെ തന്നെ ITI, പോളിടെക്നിക്, ഡിഗ്രി, ഏതാണോ നിങ്ങളുടെ എലിജിബിലിറ്റി അതിനനുസരിച്ചുള്ള ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിൽ തന്നെ സെന്ററുകൾ, സബ് സെന്ററുകളായിട്ടും ഓതറൈസ്ഡ് സെന്ററുകളായിട്ടും കെൽട്രോൺ സെന്ററുകളുണ്ട്. ഗവൺമെന്റ് സർട്ടിഫിക്കേഷനുള്ള കോഴ്സുകളുണ്ട്, PSC അംഗീകാരമുള്ള കോഴ്സുകളടക്കം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാട്ടിൽ തന്നെ ചെയ്യത്തക്ക രീതിയിലേക്ക് എന്ത് ചെയ്യുക, പോകാൻ പറ്റുന്ന
സ്ഥാപനമാണ്, കോഴ്സുകളാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ്. സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള, അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ഇത്തരം കോളേജുകളിലൊക്കെയും ഏത് ലോകത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഏതൊരു വ്യക്തിക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ സ്കിൽഡ് ആവണം, അല്ലെങ്കിൽ തുടർപഠനം സാധ്യമാവണം എങ്കിൽ അവർക്ക് അതിനുള്ള അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു തുടർ പഠന പദ്ധതിയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. നമ്മുടെ നാട്ടിലെ ഞാൻ ഓൾറെഡി പറഞ്ഞു പോളിടെക്നിക്, ഗവൺമെന്റ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഇതിന്റെ സെന്ററുകൾ. അപ്പം അത്തരം സെന്ററുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സെന്ററുകളും ഉണ്ട്. ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് തുടങ്ങി ഒരുപാട് കോഴ്സുകളുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പം അതും നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള കോളേജുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെബ്സൈറ്റിലെ CEEKയുടെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള സെന്ററുകളുടെ നമ്പറുകൾ കിട്ടും. അതിന് ഓരോ കോഴ്സുകൾക്കും ചാർജുള്ള അധ്യാപകരുണ്ട്. അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതിന്റെ അപ്ഡേഷൻ കിട്ടും. ചെറിയ ഫീസിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ കോഴ്സുകളിലെ ഭൂരിഭാഗം കോഴ്സുകളും ഇത്തരത്തിലുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനും കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഈ അടുത്ത് വന്ന 1-2 കോഴ്സുകളിൽ ഒന്നാണ് ഫിറ്റ്നസ് ട്രെയിനർ, രണ്ടാമത്തെ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ. ഓരോ സമയത്തും അതാത് സമയത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളും അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് സാറ്റർഡേ സൺഡേസിലുള്ള കോഴ്സുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്ന് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ മേഖലയിലെ കോഴ്സുകളാണ്. സ്ക്രീനിലുണ്ട്. താല്പര്യമുള്ളവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പോവാം. ടീച്ചറെ നെക്സ്റ്റ്. ദെൻ അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈനിങ് സെന്റർ. ടീച്ചറെ ATDC എന്ന് പറയും. ഈ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഗാർമെന്റ് മാനുഫാക്ചറിങ്, അതായത് വസ്ത്രനിർമ്മാണം, വസ്ത്ര ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ATDCകൾ. ഇവിടെ കൂടുതൽ വിവരങ്ങൾ അതിനകത്തുണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കുക. നമ്മൾ അതിനകത്ത് പ്രോഗ്രാമുകൾ ഇട്ടിട്ടുണ്ട്. 1 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്. അത് ഫാഷൻ ഡിസൈൻ ടെക്നോളജി ഉണ്ട്, അപ്പാരൽ മാനുഫാക്ചറിങ് ടെക്നോളജി, ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ടെക്നോളജി ഉണ്ട്, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ സ്യൂയിങ്, അതുപോലെ QC ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ്, QC അസസർ, ഫാഷൻ ഡിസൈനർ, ബുട്ടിക് മാനേജർ, ടെക്സ്റ്റൈൽ ഗാർമെന്റ് ടെസ്റ്റിംഗ് ആൻഡ് QC ക്വാളിറ്റി കൺട്രോൾ. ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മേഖലയിൽ ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേതൊരു മേഖല, ഡിസൈനിങ് ആകാം, അല്ലെങ്കിൽ എൻ്റെ മാനുഫാക്ചറിങ് ആകാം, അല്ലെങ്കിൽ ടൈലറിങ് ആകാം, എന്താണെന്ന് പറഞ്ഞാലും അതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള പ്രോഗ്രാമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. ആ വെബ്സൈറ്റിൽ നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. നിരവധിയായിട്ടുള്ള പ്രോഗ്രാം ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂരാണ്. കേരള ഗവൺമെന്റിന്റെ കീഴിലാണ്. മുമ്പ് പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. ഏകദേശം കോഴ്സുകളൊക്കെ സാധാരണ ഒരേ പാറ്റേണിലാണ് വരുന്നത്. ഇപ്പൊ ഗാർമെന്റുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരം കോഴ്സുകളിലേക്ക് പോകാം. താല്പര്യമുള്ള ആളുകളാണ് എത്തിച്ചേരുന്നതെന്ന് അവർ ഉറപ്പുവരുത്തും. ഇപ്പം ചിലപ്പോൾ അതിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ടൈലറിംഗ് നോളജ് ഒക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് 100% പ്ലേസ്മെന്റ് ലഭ്യമാക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവർ പറയാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് താല്പര്യമുള്ളവർ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇത്തരം പ്രോഗ്രാമിൽ ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പ്രോഗ്രാമുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു സംരംഭകരാകാനായിട്ടും സാധിക്കും. സ്പീഡാക്കാൻ നമുക്ക് സമയം. CDIT പോലെയുള്ള പ്രോഗ്രാമുകൾ, ഫിലിം, ടെലിവിഷൻ, ഫോട്ടോഗ്രാഫി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഒരു സ്ഥാപനമാണ് CDIT എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വീഡിയോഗ്രാഫി, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ. അതിന് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് തരും, സർട്ടിഫിക്കറ്റും തരും. CAPT എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ട്. അവിടെ വിഷ്വൽ റിപ്രോഗ്രാഫിക് സെൻ്ററാണത്. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്.
ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ഉണ്ട്. അതുപോലെ തന്നെ റിപ്രോഗ്രാഫിക് ട്രെയിനിങ് ആണ് അവിടെ കൂടുതലായിട്ട് അവർ കൊടുക്കുന്നത്. സിയാപ്റ്റിന് സെപ്പറേറ്റ് മൾട്ടിമീഡിയ അക്കാദമി തന്നെയുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾ അവർ CCTV ആയി, ലാപ്ടോപ്പ് സർവീസിങ്, ഡെസ്ക്ടോപ്പ് സർവീസിങ്, മൊബൈൽ സർവീസിങ് തുടങ്ങിയ ബേസിക് ലെവലിലുള്ളതും അഡ്വാൻസ് ലെവലിലുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിന്റിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് സിയാപ്റ്റ് ആണ്. പ്രിന്റിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി എന്ന് പറയുന്ന 1 ഇയർ കോഴ്സ് +2 എലിജിബിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് തുടങ്ങിയുള്ള കോഴ്സുകളും ഉണ്ട്. കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 വർഷത്തെ പ്രോഗ്രാമുകളാണ്. ജോബ് ട്രെയിനിങ് ഉണ്ട് 8 മാസം. ഇതെല്ലാം ഗവൺമെന്റ് അംഗീകൃത പ്രോഗ്രാമാണ്. അഗ്രോ മെഷീനറി, ഓട്ടോമൊബൈൽ, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാം. ഈ വെബ്സൈറ്റിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. CLRI നടത്തുന്ന സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ ലെതർ പ്രോസസ്സിംഗ്, ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ലെതർ ഗുഡ്സ്, ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ലെതർ ഗാർമെന്റ്സ്. വെറ്റിനറി കോളേജ് നടത്തുന്ന കുറച്ച് പ്രോഗ്രാമുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ആണ്. അത് +2 അല്ലെങ്കിൽ VHSC ബയോളജി പഠിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മണ്ണുത്തിയിലെ സെൻറ്ററിൽ 30 സീറ്റും പൂക്കോട് സെൻറ്ററിൽ 40 സീറ്റുമാണുള്ളത്. മറ്റൊരു പ്രോഗ്രാം ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ് ആണ്. +2 ആണ് യോഗ്യത, ബയോളജി പഠിച്ചിരിക്കണം. +2 അല്ലെങ്കിൽ VHSC, മണ്ണുത്തിയിൽ 30 സീറ്റാണുള്ളത്. ഡിപ്ലോമ ഇൻ ഫീഡ് ടെക്നോളജി +2 ആണ് എലിജിബിലിറ്റി. മണ്ണുത്തി സെൻറ്ററിൽ +2 എന്ന് പറഞ്ഞാൽ +2 അല്ലെങ്കിൽ VHSC, മണ്ണുത്തി സെൻറ്ററിലാണ് പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് മൊബൈൽ ടെക്നീഷ്യൻ പ്രോഗ്രാം. ഈ മൊബൈൽ ടെക്നീഷ്യൻ പ്രോഗ്രാം നമ്മൾ പറഞ്ഞിരിക്കുന്ന അസാപ്പ്, കെൽട്രോൺ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് മൊബൈൽ ടെക്നീഷ്യൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങളുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അത്തരത്തിൽ ആ മേഖലയിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾ ഇത്തരം അംഗീകൃത കേന്ദ്രങ്ങളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഫോട്ടോ ജേർണലിസം, ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കേരള മീഡിയ അക്കാദമി നടത്തുന്ന ഫോട്ടോ ജേർണലിസം 3 മാസത്തെ പ്രോഗ്രാമുണ്ട്. നല്ല ഡിമാൻഡുള്ള പ്രോഗ്രാമാണ് താല്പര്യമുള്ള കുട്ടികൾക്ക്. മറ്റൊന്ന് ലാൻഡ് സർവേ പ്രോഗ്രാമാണ്. ഇതും സാധ്യതയുള്ള പ്രോഗ്രാമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ സ്ലൈഡിലുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കരിയർ ഗൈഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കും. സർക്കാർ സർവേ വകുപ്പിലൊക്കെ തൊഴിൽ സാധ്യതയുള്ള പ്രോഗ്രാമാണത്. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും പല യൂണിവേഴ്സിറ്റികൾ, MG യൂണിവേഴ്സിറ്റി ധാരാളം ഷോർട്ട് ടൈം കോഴ്സുകൾ നടത്തുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഷോർട്ട് ടൈം കോഴ്സുകൾ നടത്തുന്നുണ്ട്. അത്തരം പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് പഠനത്തിന് ശേഷം വേണമെങ്കിൽ സ്കിൽസിൻ്റെ കേസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവർ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് GP റേറ്റിംഗ് കോഴ്സുകളാണ്. ജനറൽ പർപ്പസ് റേറ്റിംഗ് കോഴ്സുകളാണ്. കപ്പലിലൊക്കെ ജോലി ചെയ്യാനായിട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നടത്തുന്ന ജനറൽ പർപ്പസ് റേറ്റിംഗ് കോഴ്സുകളുണ്ട്. ഇതിനകത്ത് നമ്മളതിൻ്റെ വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വ്യത്യസ്ത മേഖലകളിൽ ഷിപ്പിൽ ജോലി ചെയ്യാനായിട്ടുള്ള നിങ്ങളെ എലിജിബിൾ ആക്കുന്ന പ്രോഗ്രാമുകളാണ് ഇവർ തരുന്നത്. GP റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ കേരളത്തിൻ്റെ അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള പ്രധാനപ്പെട്ട പ്രീമിയർ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഫുഡ്വെയർ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഇത്തരത്തിലുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലൊക്കെയും അവർ ഡിഗ്രി PG കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ +2 എലിജിബിലിറ്റി, കൂടുതലായിട്ടും പ്രീമിയർ സ്ഥാപനങ്ങൾ +2 എലിജിബിലിറ്റിയിലാണ്. ഒരുപാട് അതുമായി ബന്ധപ്പെട്ട്, ഇപ്പം പ്ലാസ്റ്റിക് ടെക്നോളജി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഫുഡ്വെയർ ടെക്നോളജി ആണെങ്കിൽ ഫുഡ്വെയറുമായി ബന്ധപ്പെട്ട് വരുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകൾ നിലവിലുണ്ട്. നമുക്ക് എത്ര പറഞ്ഞാലും അത്രത്തോളം കോഴ്സുകളും സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് നമ്മൾ തൽക്കാലം ലിമിറ്റ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ കരിയർ ഗൈഡുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഏതെങ്കിലും മേഖലയിൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അപ്ഡേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും. ടീച്ചറെ കണ്ടിന്യൂ ചെയ്തോ.
ഇതുപോലെ കുറച്ച് വെബ്സൈറ്റുകളാണ്. ഡിഫൻസ് സർവീസിൻ്റെ വെബ്സൈറ്റ്, +2 ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ നേവി മ്യൂസീഷ്യനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രംഗത്തൊക്കെ പ്രാവീണ്യമുള്ള കുട്ടികൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളിടയ്ക്ക് ഇങ്ങനെയുള്ള എല്ലാ കുട്ടികളും +2 കഴിഞ്ഞില്ലേ, നിങ്ങൾ +2 കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റ്, ഡിഫൻസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് പലപ്പോഴും അഗ്നിവീറുകളെ വിളിക്കും. അപ്പോൾ അതിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളിവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്കിൽ കോഴ്സുകളും ലഭ്യമാണ്. ഒപ്പം തന്നെ അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിയും തുടരാനായിട്ട് സാധിക്കും. വളരെ റീസെൻ്റ് ആയിട്ടാണ് അങ്ങനൊരു രീതിയിലേക്ക് നമ്മളുടെ രാജ്യത്ത് അനുവാദം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ പറയുന്ന, ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനം തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഒരു സമയം 2 കോഴ്സ് ചെയ്യാമെന്നാണ്. അപ്പം നിങ്ങളെ കൊണ്ട് അത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം 2 കോഴ്സ് ചെയ്ത് പഠിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് പെട്ടെന്നൊരു തൊഴിൽ മതി, ചിലപ്പോൾ +2 ജയിച്ചവർ കാണും, +2 തോക്കുന്നവർ കാണുമായിരിക്കും, അല്ലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ കാണുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അനുയോജ്യമായി, നിങ്ങളുടെ കഴിവിന് അനുയോജ്യമായിട്ടുള്ള ഒരു തൊഴിൽ മേഖല ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. പിന്നെ അപ്രന്റിസ്ഷിപ്പ് പോർട്ടലുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും അറിഞ്ഞു വെക്കുക. നിങ്ങൾ എന്ത് പഠിച്ചാലും, ഏതൊരു ഡിപ്ലോമ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത്തരം പോർട്ടലുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്രന്റിസ്ഷിപ്പിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതെപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.